Hi all. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിലെ അമെൻമെന്റ്സ് എന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്തൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, so fundamental rights are the basic human rights enriched in the Constitution of India, which are guaranteed to all citizens. They are applied without discrimination on the basis of race, religion, gender, etc. Significantly, fundamental rights are enforceable by the courts subject to certain conditions. സോ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ സിറ്റിസൻസിനും ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് they are applied without discrimination. ഒരു ഡിസ്ക്രിമിനേഷനും ഓൺ ദ ബേസിസ് ഓഫ് റേസ്, കാസ്റ്റ്, സെക്സ്, ജെൻഡർ ഒരു ബേസിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓരോ സിറ്റിസൻസിനും ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. ഇത് എൻഫോഴ്സബിൾ ബൈ കോർട്ടാണ്. ഇഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആയാൽ നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് സീക്ക് ചെയ്യാം. ഓക്കെ, സോ എന്തൊക്കെയാണ്, അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്? എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? നമുക്ക് കറന്റ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇത് 6 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു ഇക്വാലിറ്റി. അത് ആർട്ടിക്കിൾ 14 to 18 ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 22. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23 and 24. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 and 25 to 28. Cultural and educational rights, Article 29 to 30. Right to constitutional remedies, Article 32. ഇതാണ് നമ്മുടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് പണ്ട് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ബട്ട് 44th അമെൻമെന്റ് ആക്ടിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് എടുത്ത് ഒഴിവാക്കി അത് പിന്നീട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാറി. ഓക്കെ, ലീഗൽ റൈറ്റ് ആയിട്ട് മാറി. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറി 44th അമെൻമെന്റിന് ശേഷം. 44th അമെൻമെന്റിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു മാറ്റി. ഓക്കെ, സോ നമുക്ക് ഓരോ റൈറ്റ്സ് നോക്കാം. ഫസ്റ്റ്, റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 to 18. ആർട്ടിക്കിൾ 14 to 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈച്ച് ആർട്ടിക്കിൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. Article 14, equality before law and equal protection of law. It means എല്ലാവർക്കും, എല്ലാ സിറ്റിസൻസിനും equality ഉണ്ടാവും. Law before law they will have equality and equal protection of law will be there to all citizens. Equality before law and equal protection of law is guaranteed. Okay, next, Article 15, prohibition of discrimination. Prohibition of discrimination on the basis of caste, creed, sex, everything is prohibited in Article 15. Okay, Article 16, equality of opportunity in public employment. Public employment equal opportunity ഉണ്ടാവുന്നതിനാണ് ആർട്ടിക്കിൾ 16 പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 17, abolition of untouchability. നമ്മുടെ നാട്ടിൽ അൺടച്ചബിലിറ്റി പ്രിവെയിൽ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനെതിരെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ഓക്കെ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, സ്പെഷ്യൽ ടൈറ്റിൽസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അബോളിഷൻ ആണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. ഇതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഈ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ കീഴിൽ വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അത്. ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 15, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 16, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം വരുന്നത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19 to 22 റൈറ്റ് ടു ഫ്രീഡം വരുന്നത്. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 19 നമുക്ക് ആദ്യം പറയാം. പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് കൺസേണിങ് ടു ഫ്രീഡം. ഫ്രീഡമിനെ കൺസേൺ ചെയ്യുന്ന 6 റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 19ന്റെ കീഴിൽ 6 റൈറ്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ഫോം അസംബ്ലി, റൈറ്റ് ഫോം അസോസിയേഷൻ, റൈറ്റ് ടു ദ മൂവ്മെന്റ് വിത്തിൻ ദ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ, for residence and settlement, right to choose any profession. ഇതാണ് ആർട്ടിക്കിൾ 19 വരുന്നത്. ഇത് 19 clause 1 clause A ആണ്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നത് ആർട്ടിക്കിൾ 19 clause 1 clause A ലാണ്. അതേപോലെ അസംബ്ലി, ടു ഫോം പീസ്ഫുള്ളി അസംബിൾ, 19 clause 1 clause B. Association form A, 19 clause 1 clause C. Movement, 19 clause 1 clause D.
residence 19 clause 1 clause E and profession 19 clause 1 clause G. Okay, ഇതൊക്കെയാണ് അതിൻ്റെ സബ് ക്ലോസസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കൺവിക്ഷൻ ഓഫ് ഒഫൻഡേഴ്സ്. ഈ ആർട്ടിക്കിൾ 20ൽ ഓരോ കൺവിക്റ്റഡ് ഒഫൻഡേഴ്സിന് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ഇതിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഡബിൾ ജിയോപാർഡി, സെൽഫ് ഇൻക്രിമിനേഷൻ, എക്സ്പോസ് ഫാക്ടർ. ഈ 3 എതിരെയുള്ള പ്രൊട്ടക്ഷൻ ആർട്ടിക്കിൾ 20ൽ പറയുന്നുണ്ട്. ഡബിൾ ജിയോപാർഡി എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമിനെ, ഇപ്പോൾ ലൈക്ക് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, ആ സെയിം ഒഫൻസിന് 2 പ്രാവശ്യം ആ ഒഫൻഡറിനെ പണിഷ് ചെയ്യുന്നതാണ് ഡബിൾ ജിയോപാർഡി എന്ന് പറയുന്നത്. ഈ ഡബിൾ ജിയോപാർഡി പ്രൊട്ടക്റ്റഡ് ആണ്. ഡബിൾ ജിയോപാർഡിന്ന് ഓരോ ഒഫൻഡേഴ്സിനെയും ഇവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നോ ഡബിൾ ജിയോപാർഡി, അതാണ് ആർട്ടിക്കിൾ 20ൽ പറയുന്നത്. അതേപോലെ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒഫൻഡറിനെ തനിക്കെതിരെ സ്വയമേ ഒരു വിറ്റ്നസ് ആവാൻ പ്രേരിപ്പിക്കുന്നതിനാണ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഒഫൻഡേഴ്സിനെയും സ്വന്തമായിട്ട് അവർക്കെതിരെ തന്നെ വിറ്റ്നസ് ആവാനുള്ള ഒരു ഇതാണ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ആർട്ടിക്കിൾ 20ൽ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നെക്സ്റ്റ്, എക്സ്പോസ് ഫാക്ടർ ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മളൊരു ക്രൈം കമ്മിറ്റ് ചെയ്തു, പക്ഷേ കമ്മിറ്റ് ചെയ്ത സമയത്ത് അതൊരു ഒഫൻസ് അല്ലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒഫൻസിൻ്റെ പണിഷ്മെൻറ്റ് ചിലപ്പോൾ ചെറിയ വല്ലതായിരിക്കും. പക്ഷെ പിന്നീട് ഒരു കാലത്ത് അതിന് പണിഷ്മെൻറ്റ് വന്നു, അതൊരു ഒഫൻസായി മാറി, അല്ലെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് കൂട്ടി, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ ആ ഒരു ലോ പാസ്സാവുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആൾക്ക് ഈ ഒരു പണിഷ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനാണ് എക്സ്പോസ് ഫാക്ടർ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3ഉം സോ നോ എക്സ്പോസ് ഫാക്ടർ ലോ, ഇത് 3ഉം ആർട്ടിക്കിൾ 20ൻ്റെ കീഴിൽ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നോ ഡബിൾ ജിയോപാർഡി, നോ സെൽഫ് ഇൻക്രിമിനേഷൻ ആൻഡ് നോ എക്സ്പോസ് ഫാക്ടർ ലോ. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ് ആർട്ടിക്കിൾ 21ൽ പറഞ്ഞത്. അതിൻ്റെ കീഴെയാണ് നമുക്ക് റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു വാട്ടർ, ലൈക്ക് ടു ലീവ് ഇൻ എ കമ്മ്യൂണിറ്റി വെർ ദർ ഇസ് നോ പൊല്യൂഷൻ, ഇതൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 21ലാണ്. ഓക്കെ, ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 21A 86th അമെൻമെൻറ്റ് ആക്റ്റിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, 86th അമെൻമെൻറ്റ് ആക്റ്റിലാണ് റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ, ലൈക്ക് 6 to 14 years വരെ ഏജ് ഉള്ളവർക്ക് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞത് 86th അമെൻമെൻറ്റിലാണ്. അതാണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. ഓക്കെ, ഇവിടെ 13 കേസസിൽ അറസ്റ്റിനും ഡിറ്റൻഷനെതിരെ ഒരു പേഴ്സണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 22. പിന്നെ ആർട്ടിക്കിൾ 22ൽ കീഴിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ അറിഞ്ഞിരിക്കണം എന്ത് ബേസിലാണ് നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്. അതേപോലെ അയാൾ അറസ്റ്റ് ചെയ്ത് 24 hours അടുത്തുള്ള നിയറസ്റ്റ് മാജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കിയിരിക്കണം അറസ്റ്റ് ചെയ്ത ആളെ. അതേപോലെ തന്നെ ഇവർക്ക് ലോയേഴ്സിൻ്റെ അവരുടെ അഡ്വക്കേറ്റ്സിൻ്റെ ലീഗൽ ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ഒരാൾക്ക് ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഫർദർ ക്രൈം കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരാളെ നേരത്തെ തന്നെ ഡിറ്റൻഷൻ ചെയ്ത് വെക്കുന്നതിനാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞത്. ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ആൾക്കാർക്ക് ഈ ആർട്ടിക്കിൾ 22ൻ്റെ കീഴിൽ പറഞ്ഞ റൈറ്റ്സ് ഒന്നും ബാധകമായിരിക്കില്ല, അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 and 24. ആർട്ടിക്കിൾ 23 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ് ലേബേഴ്സ്. ഹ്യൂമൻ ബീങ്സിനും അതേപോലെ ഹ്യൂമൻ ബീങ്സിനെതിരെയുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതേപോലെ തന്നെ ഫോഴ്സ് ലേബർ, അത് പ്രൊഹിബിറ്റഡ് ആണെന്നാണ് ആർട്ടിക്കിൾ 23ൽ പറയുന്നത്. 24ൽ പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഹസാർഡസ് എൻവയോൺമെൻറ്റ് ആണ് ആർട്ടിക്കിൾ 24ൽ പറയുന്നത്.
നെക്സ്റ്റ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 to 28 ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. നമുക്ക് ഏത് റിലീജിയൻ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. 27 ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് ഓഫ് ടാക്സസ് എന്നുള്ള ഫ്രീഡം ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ആർട്ടിക്കിൾ 28 പറയുന്നത് ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് at religious instructions and religious worship in certain educational institutions അതേപോലെ ഇൻസ്ട്രക്ഷൻസിലും നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. നെക്സ്റ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് 29 and 30. ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ കൾച്ചേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുക, അതൊക്കെയാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ആർട്ടിക്കിൾ 30 പറയുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, മൈനോറിറ്റീസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 പറഞ്ഞിട്ടുള്ളത്. എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? There is a right in India which states that a person can move to Supreme Court if he or she wants to get their fundamental rights protected. These rights come under Article 32 for the Supreme Court and Article 226 for the High Court. It is known as the right to constitutional remedies. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം, നമുക്ക് റെമഡീസ് സീക്ക് ചെയ്യാം. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറഞ്ഞത്. നമുക്ക് ഈ റെമഡീസ് സീക്ക് ചെയ്യാൻ പറ്റുന്നത് ബൈ യൂസിങ് റിറ്റ് ആണ്. റിറ്റ് വഴിയാണ് നമുക്ക് ഈ റെമഡീസ് സീക്ക് ചെയ്യാൻ പറ്റുക. ഒരു റിറ്റ് എന്ന് പറയുന്നത് ഒരു സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടോ കൊടുക്കുന്ന ഒരു റിട്ടൺ ഓർഡർ ആണ് റിറ്റ് എന്ന് പറയുന്നത്. റിറ്റിനുമായിട്ട് നമ്മൾ ഫർദർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 32 കീഴിലാണ് സുപ്രീം കോർട്ടിന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കൊടുക്കാനുള്ള പവർ ഉള്ളത്. അതേപോലെ തന്നെ 226 ഹൈക്കോർട്ടിന് ആ പവർ ഉള്ളത്. നമുക്ക് ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ നമുക്ക് പോയി റെമഡീസ് സീക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മെൻഷൻ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞു 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ പണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് 44th അമെൻമെന്റ് ആക്ടിൽ അത് റിമൂവ് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, next question, according to the Constitution of India, which of the following is enforceable in court? According to the Constitution, ഏതാണ് എൻഫോഴ്സിബിൾ ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും പ്രിയാമ്പിളും പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പ്രിയാമ്പിളും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും എൻഫോഴ്സിബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഓപ്ഷൻ ഡി. ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എൻഫോഴ്സിബിൾ ആയിട്ടുള്ളത്. ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് ഒരു കേസ് മൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് റെമഡീസ് സീക്ക് ചെയ്യാം. ബട്ട് ഇഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസോ പ്രിയാമ്പിളോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസോ വയലേറ്റ് ചെയ്താൽ അത് നമുക്ക് അതിന് റെമഡീസ് സീക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എൻഫോഴ്സിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ അഗെയിൻസ്റ്റ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. only state, both state and citizen, only citizen, none of the above. ഇവിടെ ആൻസർ വരുന്നത് both state and citizens ആണ്. both state and citizensനെതിരെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ആണ്. ഇഫ് സ്റ്റേറ്റ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ലോ പാസ് ചെയ്താൽ അത് നമുക്ക് എന്താ പറയുക, നമുക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഇഫ് അത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കും. അതേപോലെ ഇഫ് സിറ്റിസൻസിനും ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അവരത് വയലേറ്റ് ചെയ്താൽ അവർക്കെതിരെ നമുക്ക് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് മൂവ് ചെയ്യാം. ഓക്കെ, റെമഡീസ് സീക്ക് ചെയ്യാം.
So both state and citizens. Fundamental rights are available against both states and citizens. Next question. Who said that fundamental rights are the conscience of the constitution? Fundamental rights constitution conscience ആണെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ ഓസ്റ്റിൻ ആണ്. ഗ്രെവില്ലെ ഓസ്റ്റിൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺഷ്യൻസ് ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is not included in the fundamental rights embodied in the Constitution of India? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി നമുക്കറിയാം, റൈറ്റ് ടു ഇക്വാലിറ്റി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ഫ്രീഡം നമുക്കറിയാം, റൈറ്റ് ടു ഫ്രീഡം ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത്. ബട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ എക്സ്പ്ലിസിറ്റ്ലി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇംപ്ലിസിറ്റ്ലി അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വരും. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ കീഴിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു ഫോം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വരും. ബട്ട് എക്സ്പ്ലിസിറ്റ്ലി അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നാണ് ചോദ്യം. ബാക്കി 3 ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മളിപ്പോൾ നോക്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. which one of the following is the guardian of the fundamental rights? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്ന് അറിയപ്പെടുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ജുഡീഷ്യറി. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, സുപ്രീം കോർട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സുപ്രീം കോർട്ടായിട്ട് അടുത്തിരിക്കുന്ന ജുഡീഷ്യറിയാണ്. അപ്പോൾ ജുഡീഷ്യറിയാണ് ആൻസർ. ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് റെമഡീസ് സീക്ക് ചെയ്യുന്നത് നമ്മൾ ജുഡീഷ്യറിൻ്റെ അടുത്താണ് റെമഡീസ് സീക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇഫ് ലെജിസ്ലേച്ചർ ഒരു ലോ പാസ് ചെയ്യുകയാണ്, ഇഫ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ പേഴ്സണൽ റൈറ്റ്സിനെ ഇൻവേഡ് ചെയ്യുന്നതാണെങ്കിൽ അത് ജുഡീഷ്യറി എക്സാമിൻ ചെയ്യും. ഇഫ് അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള റൈറ്റ് ജുഡീഷ്യറിക്കുള്ളത്. ജുഡീഷ്യൽ റിവ്യൂ ആണ് അതിനെ പറയുക. ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള പവർ ജുഡീഷ്യറിക്കാണ് ഉള്ളത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ജുഡീഷ്യറി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fundamental rights are guaranteed under which one of the following articles of the Constitution of India is available only to the citizens of India? ഇവിടെ ചില സർട്ടീൻ റൈറ്റ്സ് അത് സിറ്റിസൻസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൻസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോത്ത് സിറ്റിസൻസ് ആൻഡ് ഏലിയൻസിന് അവൈലബിൾ ആണ്. സർട്ടീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൻസിന് മാത്രം അവൈലബിൾ. അത് ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 19, 15, 16, 29 and 30 ഈ ആർട്ടിക്കിൾസ് ആണ് സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 15 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഇത് ഒരു സിറ്റിസണിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. അതേപോലെ ആർട്ടിക്കിൾ 16 പറയുന്നത് പ്രൊവിഷൻ ഓഫ് റിസർവേഷൻ ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഓക്കെ, അതും സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദി കൾച്ചർ ഓഫ് ദി മൈനോറിറ്റീസ്. മൈനോറിറ്റീസിൻ്റെ കൾച്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ, മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ അതുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നീട് ആർട്ടിക്കിൾ 30 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ദി മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു. എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റൈറ്റ് ഓഫ് ദി മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രീഡം ഓഫ്, നമ്മൾ പറഞ്ഞു ഒരു 6 ഫ്രീഡംസ് അവിടെ പറയുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ആണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. 6 ഫ്രീഡംസ് പറയുന്നുണ്ട്. ഫ്രീഡം ടു മൂവ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ഫ്രീഡം ടു പീസ്ഫുള്ളി അസംബിൾ, ഫ്രീഡം ടു സെറ്റിൽ, ഫ്രീഡം ടു മൂവ്മെന്റ്, ഇങ്ങനെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇങ്ങനെ 6 റൈറ്റ് ആർട്ടിക്കിൾ 19 കീഴിൽ പറയുന്നുണ്ട്. ഈ റൈറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് സിറ്റിസൻസിന് മാത്രമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ഏതാണെന്ന് ചോദ്യം. ഇവിടെ ആർട്ടിക്കിൾ 19 ആണ് ആൻസർ, ഓപ്ഷൻ എ. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 ഇതൊക്കെയാണ് സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സ്. ഓക്കെ, ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏലിയൻസിന് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഏലിയൻസിന് അവൈലബിൾ അല്ല.
സോ ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ആർട്ടിക്കിൾ 19 തന്നെ ഓപ്ഷൻ തന്നെന്ന് വരില്ല. ചിലപ്പോൾ 15 ആവാം, 16 ആവാം, 29 ആവാം, 30 ആവാം. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ ഓർത്ത് വെക്കുക. ആൻസർ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which part of the Indian Constitution deals with fundamental rights? ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നതെന്നാണ് നമുക്കറിയാം. പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. Next question, which of the following courts is or are responsible for the enforcement of fundamental rights? ഏത് കോർട്ട് അല്ലെങ്കിൽ കോർട്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു, സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് എൻഫോഴ്സ്മെന്റ് സീക്ക് ചെയ്യാം എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി, ബോത്ത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ടിൽ നമ്മൾ ആർട്ടിക്കിൾ 32ന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് സീക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഹൈക്കോർട്ടിൽ 226ന്റെ കീഴിലാണ്. ഓക്കെ, ആർട്ടിക്കിൾ 226ഉം സുപ്രീം കോർട്ടിൽ 32ഉം. നമ്മൾ എൻഫോഴ്സ്മെന്റ് സീക്ക് ചെയ്യുന്നത്, ഇഫ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിറ്റ് വഴിയാണ് സീക്ക് ചെയ്യുന്നത്. നമുക്ക് 5 റിറ്റ്സ് ആണുള്ളത്. അത് ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ റിറ്റ്സ് വഴിയാണ് നമ്മൾ എൻഫോഴ്സ്മെന്റ് സീക്ക് ചെയ്യുന്നത്. സോ ബോത്ത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഇവിടെ ആൻസർ ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് ബോത്ത് സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും റെമഡീസ് സീക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്? കൊടുത്തിരിക്കുന്നതിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. These are available to all persons, citizens and non-citizens. These are in nature of positive obligations upon the state. Some of the rights are available only to the citizens. These are justiciable. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചർ അല്ലാത്തതാണെന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൻസിനും നോൺ സിറ്റിസൻസിനും അതേപോലെ എല്ലാവർക്കും അവൈലബിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ്, വിച്ച് ഇസ് കറക്റ്റ്. എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ആണ്, പക്ഷെ സർട്ടീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. These are in nature of positive obligations upon the state, which is wrong. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ്. സ്റ്റേറ്റിന്റെ മേലെ ഇതിനൊരു നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണുള്ളത്. നെഗറ്റീവ് ഒബ്ലിഗേഷൻ എന്ന് പറയാൻ കാരണം ഇത് ഇറ്റ് പ്രിവെന്റ്സ് സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി ലോസ് വിച്ച് വയലേറ്റ്സ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. ഒരു സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റൂള് സ്റ്റേറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് ജുഡീഷ്യറി എക്സാമിൻ ചെയ്തിട്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ അവരത് വോയിഡ് ആക്കും. ഓക്കെ, ആ ഒരു ലോ തള്ളിക്കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ് സ്റ്റേറ്റിന്റെ മേലുള്ള. സ്റ്റേറ്റിന് അവിടെ അവരുടെ ആർബിട്രറി പവർ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊരു നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ് സ്റ്റേറ്റിന്റെ മേലെ, പോസിറ്റീവ് അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, സം ഓഫ് ദി റൈറ്റ്സ് ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൻസ്, വിച്ച് ഇസ് കറക്റ്റ്. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാവർക്കും അവൈലബിൾ ആണ്, സിറ്റിസൻസിനും അവൈലബിൾ ആണ്, നോൺ സിറ്റിസൻസിനും അവൈലബിൾ ആണ്. പക്ഷെ സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഏതൊക്കെ? 15, 16, 19, 29 and 30. നമ്മളത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ദീസ് ആർ ജസ്റ്റീഷ്യബിൾ, വിച്ച് ഇസ് ഓൾസോ കറക്റ്റ്. നമ്മൾ പറഞ്ഞു ഇത് എൻഫോഴ്സിബിൾ ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എൻഫോഴ്സ്മെന്റ് സീക്ക് ചെയ്യാം. ഓക്കെ, റെമഡി സീക്ക് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റീഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ പറയുന്നത് നോട്ട് എ ഫീച്ചർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം പോസിറ്റീവ് ഒബ്ലിഗേഷൻ അല്ല, നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ് ശരിക്കും വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the citizen of India do not have which of the following fundamental rights? കൊടുത്തിരിക്കുന്നതിൽ ഫണ്ടമെന്റൽ സിറ്റിസൻസിന് ഇല്ലാത്ത ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ, വിച്ച് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ദാറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 19. Then right to acquire, hold and dispose property, which is not a fundamental right. റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി 44th അമെൻമെന്റ് ആക്ട് വഴി ഫണ്ടമെന്റൽ റൈറ്റിന് എടുത്ത് ഒഴിവാക്കിയതാണ്. ഓക്കെ, അതിനുശേഷം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി മാറ്റി. ആദ്യം റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് 44th അമെൻമെന്റിന് ശേഷം ഫണ്ടമെന്റൽ റൈറ്റ് അത് ഡിലീറ്റ് ചെയ്തു. റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിലേക്ക് മാറ്റി. അപ്പോൾ റൈറ്റ് ടു അക്വയർ, ഹോൾഡ് ആൻഡ് ഡിസ്പോസ് പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. നെക്സ്റ്റ്, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, വിച്ച് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. Right to form cooperative society, it's also a fundamental right. It comes under Article 19.
ഓക്കെ, ആർട്ടിക്കിൾ 19 കീഴിൽ വരുന്നതാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാനുള്ള റൈറ്റ്. അതേപോലെ തന്നെ ഓപ്ഷൻ എ റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എക്സെപ്റ്റ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അപ്പൊ ഇതാണ് ആൻസർ. ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ? അപ്പൊ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഓപ്ഷൻസ് കാണാൻ മനസ്സിലാവും. ഓപ്ഷൻ എ കനോട്ട് ബി അമെൻഡഡ്, വിച്ച് ഇസ് റോങ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് അബ്സല്യൂട്ട് അല്ല, അത് അമെൻഡബിൾ ആണ്. ബട്ട് ബേസിക് സ്ട്രക്ചർ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ആവാത്ത രീതിയിൽ വേണം അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇറ്റ് ഇസ് അമെൻഡബിൾ. ദെൻ ക്യാൻ ബി അമെൻഡഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ഇൻ ദ പാർലമെന്റ്, വിച്ച് ഇസ് റോങ്. സിമ്പിൾ മെജോറിറ്റിയിലല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരിക്കലും അമെൻഡ് ചെയ്യുന്നത്. Can be amended by 2/3 majority of the parliament, which is right, and can be amended by 2/3 majority of the members present and voting in the parliament, ratified by the majority of the state legislatures, which is wrong. കാരണം നമ്മൾ ഫോർത്ത് ഓപ്ഷൻ റോങ് ആണെന്ന് പറയാൻ കാരണം 2/3 മെജോറിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ റാറ്റിഫൈഡ് ബൈ മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് റാറ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഒപ്പീനിയന്റെ ആവശ്യമില്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ റോങ് എന്ന് പറയാൻ കാരണം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഇറ്റ് ക്യാൻ ബി അമെൻഡഡ് ബൈ 2/3 മെജോറിറ്റി ഓഫ് പാർലമെന്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അതേപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെ 2/3 മെജോറിറ്റിയിലാണ് അമെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following can impose reasonable restrictions on the fundamental rights of the citizen? ആർക്കാണ് ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള പവർ ഉള്ളതെന്നാണ് ചോദ്യം. സുപ്രീം കോർട്ട്, പാർലമെന്റ്, പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നൺ ഓഫ് ദീസ് ദ റെസ്ട്രിക്ഷൻസ് ഹാവ് ഓൾറെഡി ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഓപ്ഷൻസ് നോക്കണം. നമ്മൾ ചിലപ്പോൾ സുപ്രീം കോർട്ടായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. കാരണം സുപ്രീം കോർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യറിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സുപ്രീം കോർട്ടല്ല റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. പാർലമെന്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരിക്കലും അബ്സല്യൂട്ട് അല്ല, അവിടെ എപ്പോഴും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരാൾ ഫണ്ടമെന്റൽ റൈറ്റ് എൻജോയ് ചെയ്യുന്നത് വേറെ ഒരാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്തുകൊണ്ടാവരുത്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ളത്. ഈ പാർലമെന്റ് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണെങ്കിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റൂൾ കൊണ്ടുവരികയാണെങ്കിൽ, അത് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ജുഡീഷ്യറി അത് റിവ്യൂ ചെയ്തിട്ട് ഇഫ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അവർ പാസ് ചെയ്യും. സോ റീസണബിൾ റെസ്ട്രിക്ഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള റൈറ്റ് ഉള്ളത് പാർലമെന്റിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following amendment act of the constitution deleted the right of property from the list of fundamental rights? ഇത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു. ഏത് അമെൻമെന്റ് ആക്ടിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 44th അമെൻമെന്റ് ആക്ടിലാണ്. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി മാറ്റിയത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി മാറ്റിയതിനു ശേഷം അത് ആർട്ടിക്കിൾ 300A ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് 44th അമെൻമെന്റ് ആക്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ entrenched in Part 3 of the Constitution from Article 14 to 36. The fundamental rights are meant for promoting the ideal of political democracy. Some of them are negative in character. They are sacrosanct. ഇവിടെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 to 36 പാർട്ട് 3 ആർട്ടിക്കിൾ 14 to 36 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് റോങ്. ആർട്ടിക്കിൾ 14 to 32 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾസ്. 14 to 36 അല്ല, 14 to 32 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മെന്റ് ഫോർ പ്രൊമോട്ടിംഗ് ഐഡിയൽ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി, വിച്ച് ഇസ് കറക്റ്റ്. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നൊരു ഐഡിയൽ പ്രൊമോട്ട് ചെയ്യലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ലൈക്ക് one of the aims of fundamental rights is promoting ideal of political democracy. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ്, some of them are negative in character, which is again correct. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ
ഇതൊരു പോസിറ്റീവ് ഒബ്ലിഗേഷൻ അല്ല, ഒരു നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ് ഇതിനുള്ളത്. ചിലതിന് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണുള്ളത്. സ്റ്റേറ്റിന്റെ മേലെ ഇതിന് ചിലപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കും. കാരണം സ്റ്റേറ്റിന്റെ ആർബിട്രറി പവർ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റീവ് ആവുന്ന രീതിക്ക് ഒരു ലോസും പാസ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവ് ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് കറക്റ്റ്. ദെൻ ദേ ആർ സാക്രോസാങ്ക്ട്, വിച്ച് ഇസ് റോങ്. സാക്രോസാങ്ക്ട് എന്ന് പറഞ്ഞാൽ ഇവർ അബ്സല്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഇവർ അമെൻഡബിൾ അല്ല എന്നുള്ള ഒരു ഇതിലാണ് സാക്രോസാങ്ക്ട് എന്ന് പറയുന്നത്, വിച്ച് ഇസ് റോങ്. കാരണം ഇത് ഒരിക്കലും അബ്സല്യൂട്ട് പവർ അല്ല. അതേപോലെ തന്നെ ഇത് അമെൻഡബിൾ ആണ്. ഇത് ബേസിക് സ്ട്രക്ചർ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ആവാത്ത രീതിയിൽ വേണം ഇത് അമെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇത് സാക്രോസാങ്ക്ട് അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് നോട്ട് എ കറക്റ്റ് ആൻസർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ 1 and 4, വിച്ച് ഇസ് ഓപ്ഷൻ സി 1 and 4 ആണ് ഇവിടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following fundamental rights are available to Indian citizens but not to aliens? സിറ്റിസൻസിന് അവൈലബിൾ ആണ്, ബട്ട് ഏലിയൻസിന് അവൈലബിൾ അല്ലാത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ചോദ്യം. ഫസ്റ്റ്, equality before law, which comes under Article 14, which is available for both aliens and citizens. Both aliensനും സിറ്റിസൻസിനും equality before law, that is Article 14, available ആണ്. Then freedom of speech and expression. Freedom of speech and expression, Article 19, അത് Article 19 Clause 1 Clause A, അത് സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഏലിയൻസിന് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ Article 19 സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആണ്. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു കൺസേർവ് ദിയർ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ, അതും സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഏലിയൻസിന് അവൈലബിൾ അല്ല. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് ലിബർട്ടി, അത് വിച്ച് കംസ് അണ്ടർ Article 21, ഇത് ഏലിയൻസിനും സിറ്റിസൻസിനും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണെന്ന് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് 2 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആൻഡ് 3 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു കൺസേർവ് ദിയർ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഇത് Article 29 കീഴിലാണ് വരുന്നത്. ഓക്കെ, ഇത് Article 19. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2 and 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. നമ്മൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം, നോട്ട് കറക്റ്റ് ആണോ കറക്റ്റ് ആണോ ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദേ ആർ എൻഫോഴ്സിബിൾ ഇൻ ദ കോർട്ട് ഓഫ് ലോ, വിച്ച് ഇസ് റൈറ്റ്. നമ്മൾ പറഞ്ഞത് എൻഫോഴ്സിബിൾ ആണ്, അവർ ജസ്റ്റീഷ്യബിൾ ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് റെമഡി സീക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ they are enforceable in court of law, which is correct. These rights are absolute, which is wrong. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരിക്കലും അബ്സല്യൂട്ട് അല്ല, അവിടെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് അമെൻഡബിൾ ആണ്, ഇത് ഒരിക്കലും അബ്സല്യൂട്ട് അല്ല. ഓക്കെ, പിന്നെ അവിടെ എപ്പോഴും റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. They can be suspended during national emergency except some, which is correct. നാഷണൽ എമർജൻസി ടൈമിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം എക്സെപ്റ്റ് സം എന്ന് ഉദ്ദേശിച്ചത് 20 and 21 ഫണ്ടമെന്റൽ റൈറ്റ്സ് നാഷണൽ എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. ദേ ആർ അവൈലബിൾ ഓൺലി ടു ഇന്ത്യൻ സിറ്റിസൻസ്, വിച്ച് ഇസ് റോങ്. കാരണം ഇത് ബോത്ത് ഇന്ത്യൻ സിറ്റിസൻസിനും അതേപോലെ തന്നെ ഏലിയൻസിനും അവൈലബിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ബട്ട് സെർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആണ്. അത് നമുക്ക് മൊത്തത്തിൽ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും സിറ്റിസണിന് മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. ദേ ആർ കണ്ടെയ്ൻഡ് ഇൻ പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, വിച്ച് ഇസ് റോങ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ദേ ആർ എൻഫോഴ്സിബിൾ ഇൻ കോർട്ട് ഓഫ് ലോ. അതേപോലെ തന്നെ ദേ ആർ അവൈലബിൾ ഓപ്ഷൻ 3 ദേ ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി എക്സെപ്റ്റ് സം. ഇത് രണ്ടുമാണ് ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 and 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി റൈറ്റ്സ് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബിക്കോസ് ദ റൈറ്റ്സ് ആർ കോൾഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബിക്കോസ് എന്തുകൊണ്ടാണ് റൈറ്റ്സിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഇസ് റിട്ടേൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് കോൾഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ അത് ഒരു റീസൺ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഇസ് ഡെമോക്രാറ്റിക്. നോ, ഡെമോക്രാറ്റിക് ആയതുകൊണ്ടല്ല ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ഡെമോക്രാറ്റിക് ആയതുകൊണ്ടല്ല. ഇറ്റ് ഇസ് പബ്ലിക് വെൽഫെയർ.
It is essential for personality development. Parliament can't make law against it. ഓക്കെ, പബ്ലിക് വെൽഫെയർ എന്ന് പറയുന്നത് അല്ല, ഇതൊരു പബ്ലിക് വെൽഫെയറിന് വേണ്ടിയുള്ളതല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വിച്ച് ഇസ് യെസ്, ഒരു സിറ്റിസന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ബട്ട് ഒരു പബ്ലിക് വെൽഫെയറിന് വേണ്ടിയുള്ളതല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഒരു ഇൻഡിവിജ്വൽ സിറ്റിസന്റെ റൈറ്റ്സ്, ഒരു ഇൻഡിവിജ്വൽ സിറ്റിസന്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതേപോലെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ളത്. പാർലമെന്റ് കാൺ മേക്ക് ലോ അഗെയിൻസ്റ്റ് ഇറ്റ്, വിച്ച് ഇസ് റൈറ്റ്. നമ്മൾ പറഞ്ഞു പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന രീതിക്ക് ഒരു ലോയും പാസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് അങ്ങനെ ഒരു ലോ അവിടെ പാസ് ചെയ്താൽ അത് ജുഡീഷ്യറി എക്സാമിൻ ചെയ്തിട്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നതാണെന്ന് കണ്ടാൽ അത് വോയിഡ് ആയി പ്രഖ്യാപിക്കും. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് വരുന്നത് എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ചോദ്യം. അതുകൊണ്ട് 1, 4 and 5 ആണ് ആൻസർ വരുന്നത്, which is option C, 1, 4 and 5. So next question. The rights are called fundamental rights because എന്തുകൊണ്ടാണ് റൈറ്റ്സിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നതെന്നാണ് ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Because it is written in the constitution, it is democratic, it is public welfare, it is essential for personality development, and parliaments can't make law against it. Okay, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് റിട്ടേൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വിച്ച് ഇസ് യെസ്, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയത് കൊണ്ടാണ് അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇറ്റ് ഇസ് ഡെമോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആയതുകൊണ്ടല്ല അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് പബ്ലിക് വെൽഫെയറിന് വേണ്ടി ആയതുകൊണ്ടും അല്ല അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വിച്ച് ഇസ് യെസ്, ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഭയങ്കരമായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, പിന്നെ പാർലമെന്റ് കാൺ മേക്ക് ലോ അഗെയിൻസ്റ്റ് ഇറ്റ്, വിച്ച് ഇസ് കറക്റ്റ്. കാരണം പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരായിട്ട് ലോസ് പാസ് ചെയ്യാൻ പറ്റില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പാർലമെന്റിന്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് അത് പറയുന്നുണ്ട്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. പാർലമെന്റ് കാൺ മേക്ക് ലോ അഗെയിൻസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, അത് എൻഫോഴ്സബിൾ ആയതുകൊണ്ടാണ് പാർലമെന്റിന് അതിനെതിരെ ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഒരു സിറ്റിസന്റെ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യുന്ന പോലെ. സോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1, 4 and 5 ആണ്. ഇറ്റ് ഇസ് റിട്ടേൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പാർലമെന്റ്സ് കാൺ മേക്ക് ലോ അഗെയിൻസ്റ്റ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The fundamental rights in Indian constitution primarily act as limitations upon the powers of ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിന് അപ്പോൺ ആണ് കുറച്ച് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നത്. ഇതിന്റെ പവറിന്റെ അടിയിലാണ് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ആണ്. എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും ഫംഗ്ഷനിങ്ങിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് കുറച്ച് ലിമിറ്റേഷൻസ് കൊണ്ടുവരും. ലൈക്ക്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരായിട്ട് ഇവർക്ക് ലോസ് പാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് ജുഡീഷ്യറി എക്സാമിൻ ചെയ്തിട്ട് ഇഫ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കും. സോ അതുകൊണ്ടാണ് സർട്ടൻ ലിമിറ്റേഷൻസ് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും ഫണ്ടമെന്റൽ റൈറ്റ്സ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1 and 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓർ ആർ നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്? സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബേസ് ചെയ്തിട്ട് ഏതാണ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കാം. Some of these rights are not available to armed forces, which is right. ചില റൈറ്റ്സ് ആംഡ് ഫോഴ്സസിന് അവൈലബിൾ അല്ല. ലൈക്ക് ആർട്ടിക്കിൾ 19 വരുന്ന ചില പ്രൊവിഷൻസ് ആംഡ് ഫോഴ്സസിന് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. They are automatically suspended when any emergency is proclaimed by the president, which is wrong. ഏത് എമർജൻസി പ്രൊക്ലെയിം ചെയ്താലും എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും സസ്പെൻഡ് ആവില്ല. നമ്മൾ പറഞ്ഞു 20 and 21 നാഷണൽ എമർജൻസി സമയത്ത് 20 and 21 ആർട്ടിക്കിൾസ് സസ്പെൻഡ് ആവില്ല. അതേപോലെ തന്നെയാണ് വാർ ആൻഡ് എക്സ്റ്റേണൽ അഗ്രഷൻ ഉള്ള സമയത്ത് വാർ ആൻഡ് എക്സ്റ്റേണൽ അഗ്രഷൻ്റെ സമയത്ത് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ആവില്ല. ഓക്കെ, വാർ ആൻഡ് എക്സ്റ്റേണൽ അഗ്രഷൻ ഉള്ള സമയത്ത് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ആവില്ല. നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 20 and 21 സസ്പെൻഡ് ആവില്ല, ബാക്കിയെല്ലാം സസ്പെൻഡ് ആവും. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ്, the president alone can decide upon modifying their application to armed forces, which is again wrong. പ്രസിഡന്റിനല്ല പാർലമെന്റിനാണ് ആ ഒരു പവർ ഉള്ളത്. ലൈക്ക് ആംഡ് ഫോഴ്സസിന് അപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് പാർലമെന്റിനാണ്, നോട്ട് ഫോർ ദി പ്രസിഡന്റ്. പാർലമെന്റിന്. Okay, which is wrong. Then they cannot be amended as they
form the basic features of the constitution, which is wrong. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡബിൾ ആണ്, ബട്ട് ബേസിക് ഫീച്ചർ ഡിസ്റ്റർബ്ഡ് ആവാത്ത രീതിക്ക് വേണം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ. സോ അമെൻഡബിൾ അല്ല എന്ന് പറയുന്നത് തെറ്റാണ്, ഇറ്റ്സ് അമെൻഡബിൾ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ അല്ലാത്ത ഏതൊക്കെയെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു ഓപ്ഷൻ 2 കറക്റ്റ് അല്ല, ഓപ്ഷൻ 3 കറക്റ്റ് അല്ല, അതേപോലെ ഓപ്ഷൻ 4 കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്, 1, 3 and 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following features of the fundamental rights under Indian Constitution is not correct? Again, correct അല്ലാത്ത feature ഏതാണെന്നാണ് ചോദ്യം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ. They are above ordinary laws, which is right. Ordinary lawക്ക് മേലെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. Okay. Next, they are absolute, which is wrong. They are not absolute. Reasonable restrictions അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. Reasonable restrictions കൊണ്ടുവരാം. അപ്പോൾ അവർ absolute അല്ല, അവർ amendable ആണ്. Okay. They are justiciable, which is right. നമ്മൾ പറഞ്ഞു അത് enforceable ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് റെമഡീസ് സീക്ക് ചെയ്യാം. സോ they are justiciable. They are 6 in number, which is right. അവർ 6 in numbers, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉം 4ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് അല്ലാത്തപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. കാരണം ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതെന്ന ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി only 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, റൈറ്റ് ടു വോട്ട്, റൈറ്റ്സ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 265. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. 44th അമെൻമെന്റിന് ശേഷം റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാറി. ഓക്കെ. ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, വിച്ച് ഇസ് അഗെയിൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 301 to 307 ആണ് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് പറയുന്നത്. ഓക്കെ. റൈറ്റ് ടു പ്രോപ്പർട്ടി 300A, ആർട്ടിക്കിൾ 300Aയിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് കിടക്കുന്നത്. പിന്നെ റൈറ്റ് ടു വോട്ടാണ് വരുന്നത്. റൈറ്റ് ടു വോട്ട് 326 ആണ് ആർട്ടിക്കിൾ. അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു റൈറ്റ്സ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 265 എന്തോ ടാക്സേഷൻ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 265. അതും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The fundamental rights under the Indian Constitution are fundamental because. എന്തുകൊണ്ടാണ് അവർ ഫണ്ടമെന്റൽ എന്ന് പറയുന്നതെന്നാണ്. They are protected and enforced by Constitution, which is right. അവർ protected and enforced by Constitution ആണ്. നമ്മൾ ഇത്രയും നേരം അത് പറഞ്ഞതാണ്. Next, they can be suspended only in manner prescribed by the Constitution, which is again right. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ രീതിക്ക് മാത്രമേ അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. They are enforceable against the state, which is right. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൻസിനെതിരെ ഇത് എൻഫോഴ്സബിൾ ആണ് എന്ന്. ഓക്കെ. They cannot be amended, which is wrong. ഫണ്ടമെന്റൽ റൈറ്റ്സ് amendable ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കീഴിൽ വരുന്നതെന്നാണ് ചോദിച്ചത്. ഇവിടെ ആൻസർ 1, 3 and 4 ആണ്. സോറി, ഓപ്ഷൻ ഡി 1, 2 and 3 ആണ്. Okay, they are protected and enforced by the Constitution. They can be suspended only in manner prescribed in the Constitution. They are enforceable against the state. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2 and 3 ആണ് correct answer. They cannot be amended, wrong ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Okay. Next question. In the Indian Constitution, the right to equality is granted by 5 articles. They are right to equality 5 articles-ലാണ് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കിയ സമയത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത് ആർട്ടിക്കിൾ 14 to 18-ലാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 14 to 18 ആണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. അതേപോലെ 16 പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെന്റ്. Okay, 17 പറയുന്നത് abolition of untouchability. Then 18 പറയുന്നത് abolition of titles. Okay, അപ്പോൾ ഇതൊക്കെയാണ്
ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് 14, 15, 16, 17 and 18 ഈ 5 ആർട്ടിക്കിൾസിലാണ് അത് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്. 14 equality before law, equal protection of law. Article 15 prohibition protection against discrimination. Article 16 equality in opportunity. 17 abolition of titles. 18 abolition of untouchability. 18 abolition of titles. So the answer option B ആണ് വരുന്നത്. Next question, in which article of the constitution equal protection of law is provided? നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഗ്യാരണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 14. നെക്സ്റ്റ്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്? ഇതിലാണ് ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളാണെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. Next question, in which of the following the articles of the Indian Constitution the abolition of untouchability have been guaranteed? Article 17 ആണ് abolition of untouchability guarantee ചെയ്യുന്നത്. Okay. Next, in the context of polity, which one of the following would you accept as the most appropriate definition of liberty? ലിബർട്ടിൻ്റെ appropriate definition എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ലിബർട്ടി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ് ഫ്രീ ആണ് ലിബർട്ടി. അതേപോലെ ഒരു റെസ്ട്രെയിൻസ് ഇല്ലാത്തതിനെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. റെസ്ട്രെയിൻ ഇല്ലാതെ നമ്മുടെ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. ബട്ട് കംപ്ലീറ്റ് റെസ്ട്രെയിൻഡ് ഉണ്ടാവില്ല. കംപ്ലീറ്റ് റെസ്ട്രെയിൻഡ് അല്ല, മീൻസ് ഇവിടെ ലിബർട്ടി എന്ന് പറയുമ്പോൾ certain റൈറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നമ്മുടെ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നതിനാണ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊളിറ്റിയിൽ ലിബർട്ടീൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദ്യം. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ടൈറണി ഓഫ് പൊളിറ്റിക്കൽ റൂളേഴ്സ്, നോ. ആബ്സെന്റ് ഓഫ് റെസ്ട്രെയിൻഡ് ആണ്, ബട്ട് കംപ്ലീറ്റ് ആബ്സെന്റ് അല്ല. ഓക്കെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന ചോദ്യം. മോർ അപ്രോപ്രിയേറ്റ്. ഓപ്പർച്യൂണിറ്റി ടു ഡു വാട്ട് എവർ വൺ ലൈക്സ്, വിച്ച് ഇസ് യെസ് ബട്ട് നോട്ട് അബ്സല്യൂട്ട്. അത് അബ്സല്യൂട്ട് അല്ല. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കാരണം ഒരാൾക്ക് സെൽഫ് ഫുള്ളി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിബർട്ടി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഉള്ള റെസ്ട്രിക്ഷൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ റൈറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നതിനാണ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന പോലെ ആവരുത്, അങ്ങനെ ആവരുത്. അതുകൊണ്ടാണ് ഇവിടെ വൺ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, only citizens of India enjoy the right to. ഇവിടെ സിറ്റിസൺസ് മാത്രം എൻജോയ് ചെയ്യുന്ന റൈറ്റ് ഏതാണെന്നാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ അല്ല, നമ്മൾ പറഞ്ഞു ഇക്വാളിറ്റി ബിഫോർ ലോ എല്ലാവരും എൻജോയ് ചെയ്യുന്ന റൈറ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എഗെയിൻ ഏലിയൻസിനും സിറ്റിസൺസിനും അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ, വിച്ച് ഇസ് എഗെയിൻ എല്ലാവർക്കും ഉള്ള റൈറ്റ് ആണ്, സിറ്റിസൺസിനും ഏലിയൻസിനും. അതേപോലെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, വിച്ച് ഇസ് ആർട്ടിക്കിൾ 16. ഇത് സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് only 4 ആണ്. ഓപ്ഷൻ സി only 4 ആണ്. ബാക്കിയെല്ലാം സിറ്റിസൺസിനും ഏലിയൻസിനും അവൈലബിൾ ആണ്. പക്ഷെ ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 16 സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, regarding equality before law, the Indian Constitution makes exception in the case of equality before law. ആർക്കൊക്കെയാണ് ഇവിടെ എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളതെന്നാണ്. ഇവിടെ ആൻസർ ദ പ്രസിഡന്റ് ആൻഡ് ദ ഗവർണർ ആണ്. ബോത്ത് പ്രസിഡന്റിനും ഗവർണറിനും ഇക്വാലിറ്റി ബിഫോർ ലോയിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവർ ആൻസറബിൾ ടു കോർട്ട് അല്ല, നോട്ട് ആൻസറബിൾ ടു കോർട്ട്. they are not answerable to court. ഓക്കെ, അവർ കോർട്ടിൽ ആൻസറബിൾ അല്ല. ആര്? പ്രസിഡന്റും ഗവർണറും. ദേ ആർ നോട്ട് ആൻസറബിൾ ടു കോർട്ട്. അതേപോലെ തന്നെ ഇവർ പവറിലിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പവറിലിരിക്കുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ പ്രസിഡന്റും ഗവർണറും എക്സെപ്ഷൻ ആണ്. അവർ അവരുടെ ആക്ടിവിറ്റീസിന്
കോർട്ടിന് റെസ്പോൺസിബിളോ ആൻസറബിളോ അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 and 2 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കം അണ്ടർ റൈറ്റ് ഇക്വാലിറ്റി? റൈറ്റ് ഇക്വാലിറ്റിൻ്റെ കീഴിൽ വരുന്ന ഏതാണ്? നോ ഡിസ്ക്രിമിനേഷൻ ബൈ സ്റ്റേറ്റ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ ഓർ റേസ്, equal protection of laws, equal pay for equal work, equality of opportunity in matters of employment under the state. ഇവിടെ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. നോ ഡിസ്ക്രിമിനേഷൻ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്, നമ്മളത് പറഞ്ഞിരുന്നു. അതേപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആർട്ടിക്കിൾ 14 വിച്ച് ഇസ് അഗെയിൻ കംസ് അണ്ടർ റൈറ്റ് ഇക്വാലിറ്റി. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അത് റൈറ്റ് ഇക്വാലിറ്റിയിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് റൈറ്റ് ഇക്വാലിറ്റിൻ്റെ കീഴിൽ വരുന്നതല്ല. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അണ്ടർ ദി സ്റ്റേറ്റ് അത് ആർട്ടിക്കിൾ 16 വരുന്നതാണ്, അതും റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1, 2 and 4 ആണ്. റൈറ്റ് ടു ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് റൈറ്റ് ഇക്വാലിറ്റിയിൽ കൊടുത്തിട്ടില്ല. Next, which of the following are provided in the fundamental rights regarding prohibition of discrimination on the grounds of religion, race, caste, sex or place of birth? ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ആക്സസ് ടു ഹോട്ടൽ ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്, ആക്സസ് ടു ക്ലബ്സ്, ആക്സസ് ടു ഷോപ്സ്, ആക്സസ് ടു പബ്ലിക് റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1, 3 and 4. ഇവിടെ ആക്സസ് ടു ക്ലബ്സ് ഈ ഒരു പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ്റെ കീഴിൽ വരുന്നതല്ല. ഇവിടെ ഡിസ്ക്രിമിനേഷൻ ക്ലബ്സിൽ ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഈ നമ്മൾ അവർ ഇവിടെ നമുക്ക് ആക്സസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് എൻഫോഴ്സിബിൾ ആവില്ല, കാരണം അത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ്റെ കീഴിൽ വരുന്നില്ല. ബട്ട് ഇഫ് നമ്മളൊരു പബ്ലിക് എൻ്റർടൈൻമെൻറ്റ് പ്ലേസിൽ പോവാണ്, അല്ലെങ്കിൽ ഹോട്ടൽസിൽ പോവാണ്, ഷോപ്സിൽ പോവാണ്, പബ്ലിക് റെസ്റ്റോറൻറ്റ്സിൽ പോവാണ്, ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആക്സസ് ഡിനൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം, റേസ് ചെയ്യാം, കാരണം ഇത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 3 and 4 ആണ്. ഓക്കെ. Next question, which of the following articles of Indian Constitution guarantees freedom of press? Freedom of press ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിൽ വരുന്നതാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എന്റെ കീഴിലാണ് ഫ്രീഡം ഓഫ് പ്രസ് വരുന്നത്. ദാറ്റ് ഇസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ കീഴിലാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രസ് വരുന്നത്. 2002 ഏതോ ഇയറിലാണത്, അതൊക്കെ ഐ എം നോട്ട് ഷുവർ. ഓക്കെ, ആർട്ടിക്കിൾ 19 കീഴിലാണ്, 19 ക്ലോസ് 1 ക്ലോസ് എൻ്റെ കീഴിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ കീഴിലാണ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലിസിറ്റ്ലി അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇംപ്ലിസിറ്റ്ലി അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which article of the Constitution of India guarantees to all citizens the freedom of speech and expression? ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 19 കീഴിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നത്. നമ്മൾ ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഏകദേശം എല്ലാം കാണാണ്ട് പഠിച്ചിരിക്കണം, അപ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ എളുപ്പമാവുള്ളൂ. ഓക്കെ, സോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്ന ആർട്ടിക്കിൾ 19 ആണ്. അതിൽ സബ് ക്ലോസ് വരുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയിലാണ്. ഓക്കെ. Next question, which one of the following articles of the Constitution of India protects a person against double jeopardy? നമ്മൾ പറഞ്ഞു ഡബിൾ ജിയോപാർഡി, സെൽഫ് ഇൻക്രിമിനേഷൻ, അതേപോലെ തന്നെ എക്സ്പോസ് ഫാക്ടർ ലോ, ഈ മൂന്നെണ്ണത്തിനും ഈ പേഴ്സൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 ആണ് ഒരു സിറ്റിസണിന് ഡബിൾ ജിയോപാർഡി, സെൽഫ് ഇൻക്രിമിനേഷൻ, അതേപോലെ തന്നെ എക്സ്പോസ് ഫാക്ടർ ലോക്ക് എതിരായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ഇവിടെ ഡബിൾ ജിയോപാർഡി നടക്കില്ല, കാരണം ഡബിൾ ജിയോപാർഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഒഫൻസിന് വേണ്ടി ഒരു ഒഫൻഡറിനെ 2 പ്രാവശ്യം കമ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തു, ഒരാൾ ആ മർഡർ കമ്മിറ്റ് ചെയ്തതിന് അയാൾക്ക് 2 പ്രാവശ്യം പണിഷ്മെൻറ്റ് കൊടുത്തു, അതിനെയാണ് ഡബിൾ ജിയോപാർഡി പറയുന്നത്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയിൽ അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അതേപോലെ ഡബിൾ ജിയോപാർഡി പറ്റില്ല. അതേപോലെ സെൽഫ് ഇൻക്രിമിനേഷൻ നമ്മൾ പറഞ്ഞു, ഒരാൾ സ്വയമേ അയാൾക്കെതിരെയുള്ള ഒരു വിറ്റ്നസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അയാൾ പ്രേരിപ്പിക്കുന്നത്, അതിനാണ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് അഗെയിൻ നോട്ട്
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് നടപ്പിലാക്കുന്നതല്ല. അതേപോലെ തന്നെ എക്സ്പോസ് ഫാക്ടറിലോ നമ്മളൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത സമയത്ത് അതൊരു ഒഫൻസ് അല്ലായിരുന്നു, പിന്നീട് അതൊരു ഒഫൻസായി മാറി, അങ്ങനെ ഒരു ലോ വന്നു. അപ്പോൾ ഇത് ഒഫൻസ് അല്ലാത്ത സമയത്ത് ക്രൈം കമ്മിറ്റ് ചെയ്ത ആളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 20 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which article of the Constitution of India safeguards one's right to marry the person of one's choice? ഒരാളുടെ ചോയ്സിന് കല്യാണം കഴിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ് അത് സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ആർട്ടിക്കിൾ 21 ആണ്. ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പേഴ്സണൽ ലിബർട്ടീൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു റൈറ്റ് സേഫ് ഗാർഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 21 ഫ്രീഡം ടു ലൈഫ് ആൻഡ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിലാണ് അത് വരുന്നത്. ഇത് ലതാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപിൻ്റെ കേസിലാണ്. ലതാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപിൻ്റെ കേസിലാണ് റൈറ്റ് ടു മാരി ദ പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ലതാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപി, ആർട്ടിക്കിൾ 21, ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So next question, which article of Indian Constitution secures Article 21 of the Indian Constitution secures, Article 21 എന്താണ് സെക്യൂർ ചെയ്യുന്നതെന്നാണ്. റൈറ്റ് ടു ലൈഫ് only, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി only, റൈറ്റ് ടു ലൈഫ് ആൻഡ് പ്രൈവസി, ലിബർട്ടി ആൻഡ് പ്രൈവസി, റൈറ്റ് ടു ലൈഫ്, പേഴ്സണൽ ലിബർട്ടി ആൻഡ് റൈറ്റ് ടു പ്രൈവസി. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, പേഴ്സണൽ ലിബർട്ടി ആൻഡ് റൈറ്റ് ടു പ്രൈവസി, ഇത് മൂന്നും ആർട്ടിക്കിൾ 21 ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് മാത്രമല്ല, അതേപോലെ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി മാത്രമല്ല, അല്ലെങ്കിൽ ലിബർട്ടി ആൻഡ് പ്രൈവസി മാത്രമല്ല, ഇവിടെ ഈ മൂന്നും ലൈഫ്, അതേപോലെ പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു പ്രൈവസി, ഇത് മൂന്നും ആർട്ടിക്കിൾ 21 ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. Next, which one of the following rights is available under Article 19 Clause 1 Clause D read with Article 21? 19 Clause 1 Clause D ആർട്ടിക്കിൾ 21 ആയിട്ട് റെഡ് ചെയ്യുന്ന ഏത് റൈറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 19 Clause 1 Clause D എന്ന് പറഞ്ഞാൽ ടു ട്രാവൽ ആണ്, ഫോർ മൂവ്മെന്റ് ആണ്. ഓക്കെ, മൂവ് ഫ്രീലി വിത്തിൻ ദ ടെറിട്ടറീസ്, മൂവ് ഫ്രീലി വിത്തിൻ ദ ടെറിട്ടറീസ് ആണ് ആർട്ടിക്കിൾ 19 Clause 1 Clause ഡിയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 21 ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്, ലൈക്ക് ട്രാവൽ അബ്രോഡ് ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നതാണ്. അത് ആർട്ടിക്കിൾ 21 കീഴിലാണ് റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ട്രാവൽ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഓപ്ഷൻ എ റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following fundamental rights is given in Article 21? ആർട്ടിക്കിൾ 21 ഏത് റൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളതെന്നാണ്. എഗെയിൻ റൈറ്റ് ടു ലൈഫ് ആണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കേട്ട് തന്നെ ഫെമിലിയർ ആയി. ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോൾ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്, അത് മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Along with right to life in Article 21 of the Indian Constitution, it also includes ആർട്ടിക്കിൾ 21 കീഴിൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടീൻ്റെ കീഴിൽ റൈറ്റ് ടു ലൈഫ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നാണ്. റൈറ്റ് ടു ഹെൽത്ത് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. അതേപോലെ റൈറ്റ് ടു ഫുഡ് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. റൈറ്റ് ടു വാട്ടർ, ഇതും ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടീൻ്റെ കീഴിൽ വരുന്നതാണ്. റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു വാട്ടർ എല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് all options are correct. D ആണ്, all of the above ആണ് correct. Next, political right does not include which of the following? Political rights include ചെയ്യാത്ത ഏതൊക്കെയാണ്? റൈറ്റ് ടു വോട്ട് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. ഓക്കെ, അതേപോലെ റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ലോഡ്ജ് കംപ്ലീറ്റ് വിത്ത് എക്സിക്യൂട്ടീവ് ബോഡീസ് ഓഫ് ദി ഗവൺമെന്റ് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. ഇവിടെ പൊളിറ്റിക്കൽ റൈറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. റൈറ്റ് ടു ലൈഫ് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് അല്ല, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ലൈഫ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി റൈറ്റ് ടു ലൈഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ഇൻ ഇന്ത്യ ഇസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ത് റൈറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്.
ഫണ്ടമെൻ്റൽ റൈറ്റ്, ലീഗൽ റൈറ്റ്, ബോത്ത് ഫണ്ടമെൻ്റൽ ലീഗൽ റൈറ്റ്, നൈദർ ഫണ്ടമെൻ്റൽ നോർ ലീഗൽ റൈറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു നേരത്തെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. 19 clause 1 clause A, ദാറ്റ് ഇസ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ കീഴിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ വരുന്നത്. ഇത് എക്സ്പ്ലിസിറ്റ്ലി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല, ബട്ട് ഇംപ്ലിസിറ്റ്ലി അതൊരു റൈറ്റ് ഇൻഫർമേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ ഓപ്ഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ RTI ആക്ട് എയിംസ് ടു? RTI ആക്ട് എന്താണ് എയിം ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഇവിടെ സെക്യൂർസ് ആക്സസ് ടു ഇൻഫർമേഷൻ ഫ്രം പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റീസിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് സെക്യൂർ ചെയ്യുന്നതിനാണ്, ആക്സസിനെയാണ് RTIൻ്റെ എയിം. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു പബ്ലിക് ബൈ എ പേഴ്സൺ ഹു ഹാസ് ഗോട്ട് ദ ഇൻഫർമേഷൻ. പബ്ലിക്കിൽ ഒരു പേഴ്സൺ ആർക്കാണ് ഇൻഫർമേഷൻ കിട്ടിയത് അയാൾ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് RTIൻ്റെ എയിം എന്നാണ് പറയുന്നത്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ബൈ ദ ഗവൺമെൻറ് ഓൺ പബ്ലിക് പ്ലേസ്. ഗവൺമെൻറ് പബ്ലിക് പ്ലേസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. സെക്യൂർ ഇൻഫർമേഷൻ ബൈ പോലീസ് ഫ്രം കൾപ്രിറ്റ്സിൻ്റെ അടുത്ത് നിന്ന് പോലീസ് സെക്യൂർ ചെയ്യുന്ന ഇൻഫർമേഷൻ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സെക്യൂർ ആക്സസ് ടു ഇൻഫർമേഷൻ ഫ്രം പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റീസിന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന അതിൻ്റെ ഒരു ഇൻഫർമേഷൻ സെക്യൂർ ചെയ്യുന്നതിൻ്റെയാണ് ആ ഒരു ആക്സസിനെയാണ് നമ്മൾ RTI യൂസ് ചെയ്യുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതാണ്. പബ്ലിക് അതോറിറ്റീസിന് സിറ്റിസൻസിന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള റൈറ്റ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which amendment to the constitution inserted a new article 21A providing right to education in the constitution? നമ്മൾ പറഞ്ഞു ആദ്യം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലായിരുന്നു. പിന്നീട് 86th Amendment Act 86th Amendment Act വഴിയാണ് 21A എന്നുള്ള ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തതും അത് കമ്പൽസറി എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, കമ്പൽസറി എലമെൻ്ററി എഡ്യൂക്കേഷൻ ആയിട്ട് പറഞ്ഞതും 6 to 14 years വരെ ഏജുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞത് 86th Amendment ആക്ടിലാണ്. അത് ആർട്ടിക്കിൾ 21A ാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 86th Amendment Act. ഓക്കെ, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഹ്യൂമൻ റൈറ്റ് ആസ് വെൽ ആസ് ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ബോത്ത് ഹ്യൂമൻ റൈറ്റും അതേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റും ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു ഹൗസിംഗ്. ഇവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് ആൻസർ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് ബോത്ത് ഹ്യൂമൻ റൈറ്റ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്, അത് എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഒന്നില്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇസ് ബോത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following reflects the most appropriate relationship between the law and liberty? Law and liberty ഇടയിലുള്ള അപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, if there are more laws there is less liberty which is not appropriate. അവിടെ കുറേ ലോസ് ഉള്ളതുകൊണ്ട് അവിടെ ലിബർട്ടി കുറയണം എന്നില്ല. ഓക്കെ, if there are no laws there is no liberty, which is yes. If there is liberty, laws have to be made by the people, which is no. Our liberty ഉണ്ടാവണമെങ്കിൽ law people create ചെയ്യണം എന്നാണ് പറഞ്ഞത്, which is not required. If laws are changed too often, liberty is in danger, which is again no. Like laws often change ആവുന്നത് കൊണ്ട് അവിടെ ലിബർട്ടീനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. If there is no law, there is no liberty. ഇഫ് അവിടെ ഒരു സ്റ്റേറ്റിൽ ഒരു ലോ ഇല്ലെങ്കിൽ അവിടെ ലിബർട്ടി ഇല്ല. ലിബർട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീങ് ഫ്രീ ആണ്. ലൈക്ക് റെസ്ട്രെയിൻ ഫ്രം ലോസ് ആണ് ലിബർട്ടി എന്ന് പറയുന്നത്. പക്ഷെ കംപ്ലീറ്റ് റെസ്ട്രെയിൻഡ് അല്ല. റെസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസിൽ റെസ്ട്രെയിൻ ചെയ്യും. അതേപോലെ ഇത് ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കൂടെ ഹെൽപ്പ് ചെയ്യും ലിബർട്ടി. ഓക്കെ, ലിബർട്ടി ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവിടെ ലോസ് ഇല്ലെങ്കിൽ അവിടെ ലിബർട്ടി ഇല്ല. അപ്പോൾ ഒരാളിപ്പോൾ അവിടെ ലോ ഇല്ല എന്ന് വിചാരിക്കുക, അപ്പോൾ ലിബർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ലിബർട്ടി ഉണ്ടെങ്കിൽ ആളുടെ ഒരു റൈറ്റ് അയാൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇത്
വേറൊരാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന അടുത്താവും ഇയാൾ റൈറ്റ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പം അവിടെ ഇത് റെസ്ട്രെയിൻ ചെയ്യാനുള്ള ലോസ് ഇല്ലെങ്കിൽ, ഇഫ് ലിബർട്ടി റെസ്ട്രെയിൻ ചെയ്യാനുള്ള ലോസ് ഇല്ലെങ്കിൽ ഒരാൾ റൈറ്റ്സ് എൻജോയ് ചെയ്യുമ്പോൾ അത് വേറൊരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരാളുടെ റൈറ്റ് ടു ലൈഫ് വയലേറ്റ് ചെയ്യുന്ന പോലെ ആവാം മറ്റൊരാളുടെ റൈറ്റ് ഓഫ് എൻജോയ്മെൻറ്റ്. അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് റെസ്ട്രെയിൻസ് വരുന്നത്. ഈ ലോ റെസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നതിന് എക്സാക്ട് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇഫ് ദർ ഇസ് നോ ലോ ദർ ഇസ് നോ ലിബർട്ടി. അവിടെ ലോ ഇല്ലെങ്കിൽ ലിബർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും, അവിടെ ലിബർട്ടി ഇല്ല. ഓക്കെ, ഇഫ് ദർ ഇസ് ലോ ദർ ഇസ് ലിബർട്ടി. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Supreme Court of India has expanded the meaning of right to life to include the following derivative ideas, rights. Which one among the following is not included in the court's definition? Right to life എന്ന് പറയുന്നത്, റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന റൈറ്റ് സുപ്രീം കോർട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പാൻഡ് ചെയ്തതിൽ കുറേ ഡെറിവേറ്റീവ് റൈറ്റ്സ് ഉണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഈ ഡെറിവേറ്റീവ് റൈറ്റ്സിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത, റൈറ്റ് ടു ലൈഫിൻ്റെ കീഴിൽ വരാത്ത റൈറ്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. റൈറ്റ് ടു ഫുഡ് ആൻഡ് അഡ്വക്കേറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ലിവ് ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ്, റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ഇൻഫർമേഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിൻ്റെ കീഴിൽ വരാത്ത ഡെറിവേറ്റീവ് റൈറ്റ്. ഓക്കെ, ബാക്കി റൈറ്റ് ടു ഫുഡ് ആൻഡ് അഡ്വക്കേറ്റ് ലൈവ്ലിഹുഡ് അതിന് കീഴിൽ വരുന്നതാണ്. റൈറ്റ് ടു ലിവ് ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ് റൈറ്റ് ടു ലൈഫിൻ്റെ കീഴിൽ വരുന്നതാണ്. റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ഇൻഫർമേഷൻ അതും റൈറ്റ് ടു ലൈഫിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് expanded to include right to education because of the decision of Supreme Court in which case? Article 21 കീഴിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു റൈറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് അത് ഏത് കേസിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ആന്ധ്രാപ്രദേശ്. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന കേസിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21 എന്ന് എക്സ്പാൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് doesn't fall within the purview of Article 21 of the Constitution? Article 21 of the Constitution കീഴിൽ വരാത്തത് ഏതെന്നാണ് പിന്നെയും ക്വസ്റ്റ്യൻ. മെഡിക്കൽ എയ്ഡ് ടു ഇൻഷുർ ബൈ എ ഡോക്ടർ. യെസ്, മെഡിക്കൽ എയ്ഡ് കിട്ടാനുള്ളത് ഹെൽത്തിനുള്ളത് അതൊരു ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. സെക്ഷൽ ഹാരസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് അതും ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. പൊല്യൂഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് വാട്ടർ അതും ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അത് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതല്ല. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇവിടെ ആൻസർ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. ഇത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നതല്ല ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ട് ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ജഡ്ജ്മെൻറ്റ്സ് വന്നിരുന്നു. പിന്നീട് അത് മാറ്റി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു തരത്തിലും ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റൂൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതല്ല. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്. Which one of the following statements relating to protection against arrest and detention of individuals under Article 22 is not correct? Article 22 ഓക്കെ, ആർട്ടിക്കിൾ 22 കൊടുത്തിരിക്കുന്നതിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 22 എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് അറസ്റ്റഡ് ആൻഡ് പേഴ്സൺ ഇൻ ഡിറ്റൻഷൻ ആണ്, അവരുടെ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു, അയാൾ എന്ത് ഗ്രൗണ്ട്സിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് അയാൾ അറിഞ്ഞിരിക്കണം. ഇത് ആർട്ടിക്കിൾ 22 കീഴിൽ വരുന്നതാണ്. എന്ത് ഗ്രൗണ്ട്സിൻ്റെ കീഴിലാണ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് ഒരു ലീഗൽ പ്രാക്ടീഷണറിനെ കൺസൾട്ട് ചെയ്യാനുള്ള റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ദേ ഹാവ് ദ റൈറ്റ് ടു കൺസൾട്ട് ദെയർ ലീഗൽ പ്രാക്ടീഷണർ. ഓക്കെ, അതേപോലെ
ഏത് അറസ്റ്റഡ് പേഴ്സണും വിത്തിൻ 24 hours ഓഫ് ദി അറസ്റ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം. ഏതെങ്കിലും നിയറസ്റ്റ് മജിസ്ട്രേറ്റ് ആരാണോ അവരുടെ മുന്നിൽ അറസ്റ്റ് ചെയ്ത പേഴ്സണിനെ 24 hours ഹാജരാക്കിയിരിക്കണം. ഓക്കെ, അതേപോലെ ഈ റൈറ്റ്സ്, ഈ പറഞ്ഞ റൈറ്റ്സ് ഇപ്പോൾ എന്താണ്, എന്ത് ബേസിലാണ് അവർ അറസ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ ലീഗൽ പ്രാക്ടീഷണറിൻ്റെ അഡ്വൈസ് സീക്ക് ചെയ്യുക, അതേപോലെ 24 hours മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജർ ചെയ്യുക, ഈ റൈറ്റ്സ് ഒന്നും ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ഒരു വ്യക്തിക്ക് ഇത് കിട്ടുന്നതല്ല. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം നടക്കുന്നതിന് മുന്നേ ആളെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആളെ ഡിറ്റെയിൻ ചെയ്യുന്നതാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ എനിമീസിനോ ഇത് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ ആർട്ടിക്കിൾ 22 കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് അല്ലാത്ത ഏതോന്നാണ് ചോദ്യം. ഓക്കെ, no person who is arrested shall be detained in the custody without being informed on the grounds of such arrest. നമ്മൾ പറഞ്ഞു ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് ഗ്രൗണ്ട്സിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അയാൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. നോ പേഴ്സൺ ഹു ഇസ് അറസ്റ്റഡ് ഷാൽ ബി ഡീറ്റെയിൻ ഇൻ ദ കസ്റ്റഡി വിത്തൗട്ട് ബീയിങ് ഇൻഫോംഡ്. അയാൾ ഇൻഫോം ചെയ്യാതെ അയാളെ കസ്റ്റഡിയിൽ നിർത്താൻ പാടില്ല. No one shall be denied the right to consult and be defended by a legal practitioner of his or her choice, which is again correct. നമ്മൾ പറഞ്ഞു അയാളുടെ റൈറ്റ്, നോ പേഴ്സൺ ഷാൽ ബി ഡിനൈഡ്, ആരെയും ഡിനൈ ചെയ്യാൻ പാടില്ല. ഒരു ലീഗൽ പ്രാക്ടീഷണറിനെ കൺസൾട്ട് ചെയ്യാനുള്ള റൈറ്റ് ഡിനൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷനും കറക്റ്റ് ആണ്. Every person who is arrested and detained in custody shall be produced before the nearest magistrate within a period of 1 week of such arrest, which is wrong. 1 week അല്ല, within 24 hours അവരെ നിയറസ്റ്റ് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം, which is wrong option. The right to protection against arrest is not available to person in jail pursuant to judicial order, which is ഒരു ജുഡീഷ്യൽ ഓർഡറിൻ്റെ ഇതിലുള്ള ഒരാൾക്ക്, ജുഡീഷ്യൽ ഓർഡറിൻ്റെ പ്രകാരം കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് ഈ റൈറ്റ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ദാറ്റ് ഇസ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ആൾക്കാർക്ക് ഈ റൈറ്റ്സ് അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലാത്തത്. കാരണം ഇവിടെ 1 week എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തിൻ 24 hours ആണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മാച്ച്ഡ് റോങ്ലി. ഇവിടെ റോങ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഏതാണെന്ന് ചോദ്യം. ഇവിടെ ആർട്ടിക്കിൾ 19 സബ് ക്ലോസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 19 clause 1 clause A, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, വിച്ച് ഇസ് റൈറ്റ്, കറക്റ്റ്ലി മാച്ച്ഡ്. ആർട്ടിക്കിൾ 19 clause 1 clause A ന്റെ കീഴിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 19 clause 1 clause B, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, വിച്ച് ഇസ് റോങ്. ആർട്ടിക്കിൾ 19 clause 1 clause B യിൽ വരുന്നത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആണ്. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആണ് ആർട്ടിക്കിൾ 19 clause 1 clause B യിൽ വരുന്നത്. ഫ്രീഡം ടു ഫോം അസോസിയേഷൻ വരുന്നത് ആർട്ടിക്കിൾ 19 clause 1 clause C യിലാണ് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ വരുന്നത്. അപ്പോൾ അതാണ് റോങ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് റോങ്ലി മാച്ച്ഡ് ആണ്, ഇത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 19 clause 1 clause C, ഫ്രീഡം ടു റെസിഡൻസ്, അത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ആർട്ടിക്കിൾ 19 clause 1 clause G, right to practice any profession or to carry any occupation or trade, which is again correctly matched. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Preventive Detention Act does not have a restraining effect on. Preventive Detention Act restraining effect ഇല്ലാത്തത് ഏതിലാണ് എന്നാണ് ചോദ്യം. റൈറ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ആൾക്കാർക്ക് കുറച്ച് റൈറ്റ്സ് അവൈലബിൾ ആയിരിക്കില്ല എന്ന്. അത് എന്തൊക്കെയാണ്? റൈറ്റ് ഇക്വാലിറ്റി അവർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, അത് അവർ റെസ്ട്രെയിൻ ചെയ്യുന്നില്ല. റൈറ്റ് ടു ഫ്രീഡം റെസ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുള്ളവർക്ക് റൈറ്റ് ടു ഫ്രീഡം ഇല്ല. അവർക്ക് ഫ്രീഡം ടു മൂവ് അങ്ങനത്തെ ഒരു ഫ്രീഡമോ അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. ആ റൈറ്റ്സ് അവർക്ക് റെസ്ട്രെയിൻഡ് ആണ്. റൈറ്റ് ടു ഫ്രീഡം ഫുൾ അവർക്ക് റെസ്ട്രെയിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് റെസ്ട്രെയിൻഡ് ആണ്. റൈറ്റ് ടു റിലീജിയൻ അവർക്ക് റെസ്ട്രെയിൻഡ് അല്ല. അവർക്ക് ഏത് റിലീജിയൻ വേണമെങ്കിലും അപ്പോഴും ഫോളോ ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, എനിത്തിങ്. ഓക്കെ, ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ടിൽ ഏതിനൊക്കെയാണ് റെസ്ട്രെയിൻഡ് ഇല്ലാത്ത എന്നാണ് ചോദ്യം. ഇവിടെ റെസ്ട്രെയിൻഡ് ഉള്ളത് റൈറ്റ് ടു ഫ്രീഡത്തിന് മാത്രമാണ് റെസ്ട്രെയിൻഡ് ഉള്ളത്. ബാക്കി റൈറ്റ് ഇക്വാലിറ്റിന് റെസ്ട്രെയിൻഡ് ഇല്ല, റൈറ്റ് റിലീജിയന് റെസ്ട്രെയിൻസ് ഇല്ല, റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് റെസ്ട്രെയിൻഡ് ഇല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ A 1, 3 and 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർ റെസ്ട്രിക്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഏത് ഗ്രൗണ്ട്സിലാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതെന്നാണ്
defamation, contempt of court, protecting a scheduled tribe, friendly relation with foreign state. ഇവിടെ ഡിഫമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്ട് ചെയ്യും. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കാരണം നമുക്ക് ഒരാൾ ഡിഫെയിം ചെയ്യാൻ പറ്റില്ല. അവിടെ ഡിഫമേഷൻ വരികയാണെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ കേസിലും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന കോർട്ടിനെതിരെ നമ്മൾ സംസാരിക്കുന്നതിനെയാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. കോർട്ട് ഓർഡേഴ്സ് മാനിക്കാതെ കോർട്ട് ഓർഡേഴ്സിനെതിരെ പറയുന്നതിനാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. അത് വരുന്ന സമയത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്ട് ചെയ്യും. പ്രൊട്ടക്റ്റിംഗ് എ ഷെഡ്യൂൾഡ് ട്രൈബ്, ഒരു ഷെഡ്യൂൾഡ് ട്രൈബിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, അവിടെയും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ആ ഒരു ഫ്രണ്ട്ലി റിലേഷന് എന്തെങ്കിലും ഒരു തകരാറ് വരുത്തുന്ന രീതിക്കാണ് നമ്മുടെ ഈ ഫ്രീഡം പോകുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിഫമേഷൻ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, ഈ മൂന്നെണ്ണത്തിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1, 2 and 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 20? ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 20യിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. നോ എക്സ്പോസ് ഫാക്ടർ ലോ, നോ ഡബിൾ jeopardy, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 20യിൽ ഇത് മൂന്നുമാണ് പറയുന്നത്. ഇത് മൂന്നിനും എതിരെയുള്ള ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 20. എക്സ്പോസ് ഫാക്ടർ ലോ ഇല്ല, ഡബിൾ jeopardy ഇല്ല, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് all of these ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements regarding Article 21 of the Constitution of India is or are correct? Article 21 ബേസ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 21 എന്താന്ന് വെച്ചാൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 21ന്റെ കീഴിൽ വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. Article 21 is violated when the under trial prisoners are detained under judicial custody for an indefinite period, which is correct. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇൻഡെഫിനിറ്റ് പീരിയഡിൽ അവരെ ഡിറ്റെയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ if they are detained for an indefinite period, it violates Article 21. Right to life and personal liberty അവിടെ വയലേറ്റ് ആവുന്നുണ്ട്. ഇഫ് അതിനൊരു ലൈക്ക് സർട്ടൻ പീരിയഡ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇൻഡെഫിനിറ്റ് പീരിയഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രയൽ പ്രിസണേഴ്സിന് ഇൻഡെഫിനിറ്റ് പീരിയഡ് ആണ് അവിടെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ റൈറ്റ് ടു ലൈഫ് ഇസ് വൺ ഓഫ് ദി ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് നോട്ട് ഈവൻ ദ സ്റ്റേറ്റ് ഹാസ് അതോറിറ്റി ടു വയലേറ്റ് ദാറ്റ് റൈറ്റ്, വിച്ച് ഇസ് റൈറ്റ്. കാരണം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്. അത് ഒരു സ്റ്റേറ്റിന് അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റിന് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ലൈഫ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അണ്ടർ ആർട്ടിക്കിൾ 21 the right of women to make reproductive choices is not a dimension of personal liberty, which is wrong. ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ 21 ഒരു വിമന് റിപ്രൊഡക്റ്റീവ് ചോയ്സസ് ഉണ്ടാക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന്, അതൊരു പേഴ്സണൽ ലിബർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്, വിച്ച് ഇസ് റോങ്. ഒരു വിമന് റിപ്രൊഡക്റ്റീവ് ചോയ്സസ് എടുക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അത് അവരുടെ ഒരു പേഴ്സണൽ ലിബർട്ടിയാണ്. അത് പേഴ്സണൽ ലിബർട്ടി അല്ല എന്ന് പറയുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഇസ് റോങ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 and 2 ആണ്. കാരണം ഇവിടെ 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. ആദ്യം പറഞ്ഞതിൽ ആർട്ടിക്കിൾ 20 ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു ട്രയൽ പ്രിസണറിനെ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്, വിച്ച് ഇസ് റൈറ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ റൈറ്റ് ടു ലൈഫ് ഇസ് വൺ ഓഫ് ദി ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് നോട്ട് ഈവൻ ദി സ്റ്റേറ്റ് ഹാസ് അതോറിറ്റി ടു വയലേറ്റ് ദാറ്റ് റൈറ്റ്, വിച്ച് ഇസ് റൈറ്റ്. ഒരു റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ബേസിക് ഹ്യൂമൻ റൈറ്റ്, അത് ഒരു സ്റ്റേറ്റിന് അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ഹാസ് നോ റൈറ്റ് ടു വയലേറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 and 2. Next question. Consider the following statements. Right to information is necessary in India because. Right to information എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നെസസറി എന്നാണ് ഇവിടെ ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Increases people's participation in administration, makes administration more accountable to people, makes administration more innovative,
makes people aware of administrative decision making of the state. Of these statements. Okay. Then ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ increase people's participation in administration, which is right. അഡ്മിനിസ്ട്രേഷനിൽ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യും. റൈറ്റ് ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷനിൽ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യും. ഇവർക്കുള്ള ഈ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, അതേപോലെ അതിനു വേണ്ടിയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇവർ അഡ്മിനിസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അത്. ഓക്കെ, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. ദെൻ makes administration more accountable to people, which is right. ഇവിടെ ഗവൺമെന്റ് പീപ്പിളിന് മോർ അക്കൗണ്ടബിൾ ആയിരിക്കും, അവർ മോർ കെയർഫുൾ ആയിരിക്കും. ഇവിടെ റൈറ്റ് ഇൻഫർമേഷൻ എക്സ്പ്ലിസിറ്റ്ലി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ കീഴിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അക്കൗണ്ടബിൾ ആയിരിക്കും, ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ മേക്സ് അഡ്മിനിസ്ട്രേഷൻ മോർ അക്കൗണ്ടബിൾ ടു പീപ്പിൾ, വിച്ച് ഇസ് റൈറ്റ്. മേക്സ് അഡ്മിനിസ്ട്രേഷൻ മോർ ഇന്നോവേറ്റീവ്, വിച്ച് ഇസ് റോങ്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് മോർ ഇന്നോവേറ്റീവ് ആവുന്നില്ല, ബട്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് പ്രൊസീജിയറിൽ നടക്കുന്നു എന്ന് മാത്രം. മേക്സ് പീപ്പിൾ അവെയർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്. പീപ്പിളിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനിൽ അവെയർ ആയിരിക്കും, സിറ്റിസൺസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസിൽ അവെയർ ആയിരിക്കും. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ് റൈറ്റ് ഓപ്ഷൻസ് 1, 2 and 4. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2 and 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ആർട്ടിക്കിൾ 22 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ കറക്റ്റ്? ആർട്ടിക്കിൾ 22 ബേസ് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ്. ആർട്ടിക്കിൾ 22 എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൻഡ് അല്ലെങ്കിൽ ഒരു അറസ്റ്റഡ് പേഴ്സണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആർട്ടിക്കിൾ ആണ്. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ 1, the fundamental rights conferred by this article protects persons against arrest and detention in certain cases, which is right. അതാണ് ആർട്ടിക്കിൾ 22 മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരു certain കേസസിൽ ഡീറ്റെയിൻ അറസ്റ്റ് ഒരു പേഴ്സണ് അറസ്റ്റിനും ഡിറ്റൻഷനും എതിരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22. ഈ ആർട്ടിക്കിൾ 22ന്റെ കീഴിൽ വരുന്ന എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഇഫ് എ പേഴ്സൺ ഇസ് ഡീറ്റെയിൻഡ്, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾ എന്ത് ഗ്രൗണ്ട്സിലാണ് അയാൾ അറസ്റ്റ് ചെയ്തതെന്ന് ആ ഒരു പേഴ്സൺ അറിഞ്ഞിരിക്കണം. ദ പേഴ്സൺ ഷുഡ് നോ വൈ ഹി ഈസ് ഓൺ വാട്ട് ഗ്രൗണ്ട് ഹി ഈസ് ബീങ് അറസ്റ്റഡ്, അത് അവർ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ വിത്തിൻ 24 hours ഓഫ് ദി അറസ്റ്റ് ഹി ഷുഡ് ബി okay. Next question, which of the following statement regarding the article 22 of the constitution of India are correct? Article 22 base ചെയ്തിട്ട് correct statement ഏതാണെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 22 എന്ന് പറഞ്ഞാൽ ഒരു certain കേസസിൽ ഒരു സിറ്റിസന് അറസ്റ്റോ ഡിറ്റൻഷനോ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ്, അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 22. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത് നോക്കാം. Option 1, the fundamental rights conferred by this article protects person against arrest and detention in certain cases, which is right. ഇതാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ഒരു certain കേസസിൽ ഒരു പേഴ്സന്റെ അറസ്റ്റും ഡിറ്റൻഷനും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പേഴ്സണിനെ നമ്മൾ അറസ്റ്റ് ചെയ്യാണ്, ദാറ്റ് പേഴ്സൺ ഷുഡ് നോ ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ദാറ്റ് ഹി ഈസ് ബീൻ അറസ്റ്റഡ്. അയാൾ എന്ത് ഗ്രൗണ്ട്സിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ വിത്തിൻ 24 hours ഓഫ് ദി അറസ്റ്റ് ഇയാൾ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം. വിത്തിൻ 24 hours ഓഫ് ദി അറസ്റ്റ്. അതേപോലെ തന്നെ ഒരു ലീഗൽ ഹെൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വക്കേറ്റിന് ഹെൽപ്പ് തേടാനുള്ള റൈറ്റ് അവർക്കുണ്ട്, അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ദിസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് ഗ്യാരണ്ടി ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ്, വിച്ച് ഇസ് അഗെയിൻ റൈറ്റ്. ഇത് ബോത്ത് സിറ്റിസൺസിനും നോൺ സിറ്റിസൺസിനും അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. The rights guaranteed under this provision are applicable to those arrested under laws providing for preventive detention, which is no. ആർട്ടിക്കിൾ 22 കീഴിൽ വരുന്ന ഈ റൈറ്റ്സ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ 24 hours മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം, അതേപോലെ തന്നെ ഇവർക്ക് എന്ത് ഗ്രൗണ്ട്സിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഈ ഒരു റൈറ്റ് ആർട്ടിക്കിൾ 22ന്റെ കീഴിൽ വരുന്ന ഈ റൈറ്റ്സ് ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷനിലുള്ള ഒരാൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി അയാൾ ഡിറ്റെയിൻ ചെയ്ത് വെക്കുന്നതിനാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞൊരു പ്രിവെന്റീവ് പേരിൽ തന്നെ ഉണ്ടല്ലോ, പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ഓക്കെ, നമ്മൾ ഒരു ക്രൈം ഒരു ഒഫൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഡിറ്റെയിൻ ചെയ്ത് വെക്കുന്നു.
അപ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ആൾക്ക് ഈ റൈറ്റ്സ് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ടിലുള്ളവർക്ക് ഈ റൈറ്റ്സ് അവൈലബിൾ ആണ്, അപ്ലിക്കബിൾ ആണെന്നാണ്, വിച്ച് ഇസ് സ്ട്രോങ്. Then the rights guaranteed under this article are not applicable to enemy aliens, which is again right. Enemy aliensന് ഇത് applicable അല്ല. ആർക്കൊക്കെ applicable അല്ല? പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ളവർക്കും അതേപോലെ തന്നെ എനിമി ഏലിയൻസിനും ഈ റൈറ്റ്സ് applicable അല്ല. ഇവിടെ ഓപ്ഷൻ 4 കറക്റ്റ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ് ആൻഡ് 4 കറക്റ്റ് ആണ്. ഓപ്ഷൻ സി 1, 2 ആൻഡ് 4 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which article of the Indian Constitution is related to fundamental rights against the exploitation of children? ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ്പ്ലോയിറ്റേഷനെതിരെ പറയുന്നത് ആർട്ടിക്കിൾ 22 ആൻഡ് 24 ആണ്. എക്സ്പ്ലോയിറ്റേഷന്റെ എതിരെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ആർട്ടിക്കിൾ 24 ആണ്. ആർട്ടിക്കിൾ 24ലാണ് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷനെ പറ്റി പറയുന്നത്. അതേപോലെ ഹസാർഡസ് എൻവയോൺമെന്റിലുള്ള ഈ ചൈൽഡ് ലേബർ അത് അബോളിഷ് ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ 24ലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പ്രൊഹിബിറ്റ്സ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയെന്നാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 ആൻഡ് 24 ആണ് മെൻഷൻ ചെയ്യുന്നത്. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്. യെസ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്, വിച്ച് ഇസ് കറക്റ്റ്. ദെൻ beggar. Right against exploitation prohibits beggar. Yes. Employment of children below 14 years of age, which is again right. ഇവിടെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ ഈ 3 കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, ബെഗർ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 14 years of age പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1, 2 ആൻഡ് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are envisaged by the right against exploitation in the Constitution of India? Right against exploitation മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ് ലേബർ, വിച്ച് ഈസ് റൈറ്റ്. കാരണം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ ഹ്യൂമൻ ബീങ്സും അതേപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതേപോലെ തന്നെ ഫോഴ്സ് ലേബറും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി വിച്ച് ഇസ് റോങ്. അത് ആർട്ടിക്കിൾ 17ലാണ് പറഞ്ഞിട്ടുള്ളത്. അത് റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാലിറ്റിന്റെ കീഴിലാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 വരുന്നത്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലല്ല. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഇതും റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതല്ല. ഇത് ആർട്ടിക്കിൾ 29ന്റെ കീഴിൽ വരുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ഇത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതല്ല. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്, വിച്ച് ഇസ് റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 4 ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 ആൻഡ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On which of the following grounds restrictions may not be imposed on freedom of right to freedom of religion? Right to freedom of religionൽ എന്ത് ഗ്രൗണ്ട്സിലാണ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ്. ഇവിടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്തിനെതിരെ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം. ഇഫ് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അതൊരു പബ്ലിക് ഓർഡറിനെ വയലേറ്റ് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിന് എതിരായിട്ടുള്ള രീതിക്കാണ് നമ്മളത് പ്രവർത്തിച്ചു കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യും. ഓക്കെ, അവിടെ സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പബ്ലിക് ഓർഡറിന് എതിരായിട്ട് ആവരുത് നമ്മുടെ റിലീജിയൻ എൻജോയ് ചെയ്യുന്ന റൈറ്റ്. അതേപോലെ തന്നെ ഒരു മൊറാലിറ്റിക്ക് എതിരെ ആവരുത്. ഇഫ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സതി, അതേപോലെ ഇൻഫാറ്റിസൈഡ്, ഇതൊക്കെ മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ളതാണ്. ഇത് നമ്മൾ റിലീജിയസ് ബേസിസിൽ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സതി, ഇൻഫാറ്റിസൈഡ് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ ഒരു മൊറാലിറ്റിന്റെ ബേസിസിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ. സെക്യൂരിറ്റി ഓഫ് ഇന്ത്യയിൽ അത് ഇമ്പോസ് ചെയ്യുന്നില്ല. സെക്യൂരിറ്റി ഓഫ് ഇന്ത്യക്കെതിരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയന് ഒരു റെസ്ട്രിക്ഷൻസും ഇമ്പോസ് ചെയ്യുന്നില്ല. ഹെൽത്തിനെതിരെ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഒരു എന്ത് ഹെൽത്ത് ആയിക്കോട്ടെ, ഇപ്പം ബോത്ത് മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഏതൊരു ഹെൽത്തിനെ ബാധിക്കുന്ന രീതിക്ക് ആവരുത് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ ആണ്. കാരണം മേ നോട്ട് ബി ഇമ്പോസ്ഡ്, ഏത് കാര്യത്തിലും റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യാത്തതെന്ന ചോദ്യം, അത് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ ആണ്. ബാക്കി പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്തിന്റെ കേസിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under the provisions of right to freedom of religion are included
റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയെന്നാണ്. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ, യെസ്. റൈറ്റ് ടു പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു ദ സിക്സ് ടു വെയർ ആൻഡ് ക്യാരി ക്രിപ്പാൻ, which is also included in right to freedom of religion. Right of state to legislate for social reforms, which is also acceptable. Right to freedom of religion. സോഷ്യൽ റിഫോംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റിലീജിയസ് റിഫോംസ് അല്ലെങ്കിൽ സോഷ്യൽ റിഫോംസ് കണ്ടക്ട് ചെയ്യാം, അതിൽ പ്രശ്നങ്ങളില്ല. ഓക്കെ. റൈറ്റ് ടു റിലീജിയസ് ബോഡീസ് ടു സെക്യൂർ കൺവേർഷൻ ഓഫ് പീപ്പിൾ ടു ദെയർ ഓൺ ഫെയ്ത്ത്. കൺവേർഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ കൺവേർഷനുള്ള പ്രൊവിഷൻ പറഞ്ഞിട്ടില്ല. കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു റിലീജിയൻ വേറൊരു റിലീജിയനിലേക്ക് ആളെ മതം മാറ്റുന്നതിന് കൺവേർഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു പ്രൊവിഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ 1, 2 and 3 is included and option 4 is not included. Conversion is not included. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A, 1, 2 and 3 ആണ്. Next question. Under which of the following articles of the Indian Constitution it has been provided that all minorities shall have the right to establish and administer educational institutions of their choice? മൈനോറിറ്റീസിന് അവരുടെ ചോയ്സിനുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള റൈറ്റ് ഏത് ആർട്ടിക്കിളിലാണ് കൊടുത്തിട്ടുള്ളതെന്നാണ്. ഇവിടെ ആർട്ടിക്കിൾ 30 ആണ് ഈ മൈനോറിറ്റീസിന്റെ ഈ റൈറ്റ് പറയുന്നത്. ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഒരു മൈനോറിറ്റീസിന് അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഹാവ് ബീൻ മെൻഷൻഡ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആവുകയാണെങ്കിൽ അതിന് നമുക്ക് എൻഫോഴ്സ്മെന്റ് സീക്ക് ചെയ്യാനുള്ളതിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞത്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സിബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആരെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിനോ ഹൈക്കോർട്ടിനോ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമുക്കൊരു അവിടെ റിറ്റ് ഫയൽ ചെയ്യാം. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ റിറ്റ് ഫയൽ ചെയ്യാം. അത് എൻഫോഴ്സിബിൾ ആണ്, അത് ജസ്റ്റീഷ്യബിൾ ആണ്. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഇതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്നത്. നമുക്ക് റെമഡീസ് കിട്ടും ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആവുകയാണെങ്കിൽ. അത് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 32 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നത് റിറ്റ് കൊടുക്കലാണ്. നമ്മൾ റിറ്റ് കൊടുക്കും. നമുക്ക് 5 തരം റിറ്റ് ആണുള്ളത്. റിറ്റ് ഓഫ് മാൻഡമസ്, സെർഷ്യൂറാറി, ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ ആൻഡ് കോ വാറന്റോ. ഇതാണ് 5 റിറ്റ്. ഈ 5 റിറ്റ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ഉണ്ട്. ആർട്ടിക്കിൾ 32 ആണ് സുപ്രീം കോർട്ടിന്റെ പവറിന് റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവറിനെ പറയുന്നത്. ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടിൻ്റെത് പറയുന്നത്. 226 ഹൈക്കോർട്ടിൻ്റെത് പറയുന്നത്. ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആവാനും നമുക്ക് ബോത്ത് സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും റെമഡി സീക്ക് ചെയ്യാം. അപ്പൊ ഇത് 226 ഹൈക്കോർട്ടിന്റെ ആർട്ടിക്കിൾ ആണ്, 32 സുപ്രീം കോർട്ടിന്റെ ആർട്ടിക്കിൾ ആണ്. ഓക്കെ. Next question. Which one of the following writs is issued during the pendency of proceedings in a court? അപ്പോൾ ബിഫോർ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് റിറ്റ് എന്ന് നോക്കണം. റിറ്റ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ കമാൻഡ് അല്ലെങ്കിൽ റിട്ടൺ ഓർഡർ ആണ്. സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് കൊടുക്കുന്ന ഒരു റിട്ടൺ ഓർഡർ ആണ് റിറ്റ് എന്ന് പറയുന്നത്. ഇഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആവുകയാണെങ്കിൽ അതിനു വേണ്ടി ഫയൽ ചെയ്ത് ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് റിറ്റ് എന്ന് പറയുന്നത്. സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടും ഇഷ്യൂ ചെയ്യാം. ഓക്കെ, സുപ്രീം കോർട്ടിന് ഇഷ്യൂ ചെയ്യേണ്ട ആർട്ടിക്കിൾ 32 ഹൈക്കോർട്ടിന് ആ പവറുള്ള ആർട്ടിക്കിൾ 226 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നമുക്ക് 5 റിറ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ മെൻഡമസ്. മെൻഡമസ് എന്ന് പറഞ്ഞാൽ മെൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഡർ ആണ്. ഒരു സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടോ ലോവർ അതോറിറ്റീസിന് ഒരു ഓർഡർ പാസ് ചെയ്യുന്നതാണ്. വി കമാൻഡ്, അവർ കമാൻഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ലോവർ അതോറിറ്റി അവരുടെ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിൽ ഒരു ഒമിഷൻ വരുത്തുകയോ ചെയ്യേണ്ടത് ചെയ്യാത്തതോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലാണ് ഇവർ ഈ ഒരു റിറ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ, വി കമാൻഡ്, ഞങ്ങൾ കമാൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇഫ് ഒരു പെൻഡൻസി ഓഫ് പ്രൊസീഡിങ്സ് ഇൻ എ കോർട്ട്, ഒരു പെൻഡിങ് വരികയാണെങ്കിൽ അവിടെ
എന്ത് റിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നതാണ്? ഇവിടെ മാൻഡമസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാൻഡമസ് അതാണ്. വി കമാൻഡ് എന്നാണ് മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് ഹേബിയസ് കോർപ്പസ് ആണ്. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ദ ബോഡി എന്നാണ്. ഇഫ് ഒരു പേഴ്സണെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെതിരെ ഇഷ്യൂ ചെയ്യുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ്. ആ ഒരു ആളെ കോർട്ടിന്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയക്കുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഒരാളെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യണം. അയാളെ കോർട്ടിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹേബിയസ് കോർപ്പസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസ് ദ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെർഷ്യറാറി. സെർഷ്യറാറി എന്ന് പറഞ്ഞാൽ ഒരു ഹയർ അതോറിറ്റി, ലൈക്ക് സുപ്രീം കോർട്ട് ആയിക്കോട്ടെ, ഹൈക്കോർട്ട് ആയിക്കോട്ടെ, ലോവർ കോർട്ടിന്റെ അല്ലെങ്കിൽ ലോവർ അതോറിറ്റീസിന്റെ ഡിസിഷൻസ് ക്വാഷ് ചെയ്യുന്നതിനാണ് സെർഷ്യറാറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലോവർ കോർട്ട് അവരുടെ പവർ ഓഫ് ജുറിസ്ഡിക്ഷനിൽ ഇല്ലാത്ത കേസസ് ആണ് അവരെടുത്തത്, അതിന് ജഡ്ജ്മെന്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടോ എടുക്കും. എന്നിട്ട് ഇത് അവരുടെ ജുറിസ്ഡിക്ഷനിലുള്ള കാര്യം അല്ലെങ്കിൽ അവരത് ക്വാഷ് ചെയ്യും. ആ ഒരു quashing the orders or the judgments of lower courts is called certiorari. ആ ഒരു പവറാണ് certiorari എന്ന് പറയുന്നത്. നെക്സ്റ്റ് quo warranto. quo warranto എന്ന് പറഞ്ഞാൽ ബൈ വാട്ട് അതോറിറ്റി എന്നാണ്. എന്ത് അതോറിറ്റിയാണ് ഈ ഒരു ഓഫീസ് ഹെൽഡ് ചെയ്യാൻ എന്ത് അതോറിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? quo warranto എന്ന് ഉദ്ദേശിച്ച് ബൈ വാട്ട് അതോറിറ്റി, ആ അതോറിറ്റി പ്രൂവ് ചെയ്യണം നമ്മൾ, അതിനാണ് quo warranto എന്ന് പറയുന്നത്. പിന്നെ പ്രൊഹിബിഷൻ, പിന്നുള്ളത് നമുക്ക് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു സർട്ടീൻ കാര്യം ചെയ്യാതെ ഒരു അത് ചെയ്യാൻ പാടില്ലാത്ത പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു റിറ്റ് ആണ് ഹൈക്കോർട്ടോ സുപ്രീം കോർട്ടോ ലോവർ അതോറിറ്റീസിന് കൊടുക്കുന്ന റിറ്റ് ആണ് പ്രൊഹിബിഷൻ. ഓക്കെ, അപ്പൊ നമുക്കുള്ളത് മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, സെർഷ്യറാറി, quo warranto ആൻഡ് പ്രൊഹിബിഷൻ. ഇതാണ് 5 റിറ്റ് നമുക്കുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഏത് റിറ്റാണ് പെൻഡൻസി ഓഫ് പ്രൊസീഡിങ്സ് ഇൻ എ കോർട്ടുള്ള സമയത്ത് ഏത് റിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. മാൻഡമസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following writs or orders of High Court or Supreme Court is brought to get an order of an authority quashed? നമ്മൾ പറഞ്ഞു സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടോ എന്ത് ഓർഡറാണ് ഒരു അതോറിറ്റി ക്വാഷ് ചെയ്യുന്നത്, എന്ത് ഓർഡറാണ് ഒരു ഓർഡർ പാസ് ചെയ്യുന്നതിന് ഏത് റിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. an order of an authority quashed. ഇത് എവിടെ സെർഷ്യറാറി ആണ് ആൻസർ വരുന്നത്. നമ്മൾ പറഞ്ഞു സെർഷ്യറാറി എന്ന് പറയുന്നത് ഒരു ലോവർ അതോറിറ്റിന് ഓർഡേഴ്സ് ക്വാഷ് ചെയ്യുന്നതിനാണ് സെർഷ്യറാറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following writs literally mean you may have the body? You may have the body അല്ലെങ്കിൽ produce the body. ഓക്കെ, അല്ലെങ്കിൽ produce the body എന്ന് പറയുന്നത് ഏത് റിറ്റ് ആണ് എന്നാണ് ചോദ്യം. ആൻസർ ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മൾ പറഞ്ഞു ഹേബിയസ് കോർപ്പസ് ആണ് പ്രൊഡ്യൂസ് ദ ബോഡി അല്ലെങ്കിൽ യു മേ ഹാവ് ദ ബോഡി എന്ന് ലിറ്ററൽ മീനിങ് ഉള്ളത് ഹേബിയസ് കോർപ്പസിനാണ്. ഒരു ആളെ ഇല്ലീഗലി ഡിറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ കോർട്ടിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിറ്റ് ആണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The writ of certiorari is issued by the Supreme Court too. Certiorari writ സുപ്രീം കോർട്ട് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. An inferior court to stop further proceedings in a particular case, an inferior court to transfer the records of proceedings in a case for review, an officer to show his or her right to hold a particular office, a public authority to produce a person detained by it before the court within 24 hours. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. An inferior court to stop further proceedings in a particular case. അതാണ് certiorari. ഒരു കേസ് അവരുടെ കീഴിൽ ഒരു കോർട്ടിന്റെ കീഴിൽ ഇൻഫീരിയർ കോർട്ടിന്റെ കീഴിൽ വരുന്ന അവരുടെ ജുറിസ്ഡിക്ഷന്റെ കീഴിൽ വരാത്ത കേസസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രൊസീഡിങ്സ്, ആ ഒരു കേസ് പ്രൊസീഡിങ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന ഒരു ഹയർ അതോറിറ്റി സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന റിറ്റ് ആണ് certiorari. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് റിറ്റ് ഓഫ് മാൻഡമസ്? റിറ്റ് ഓഫ് മാൻഡമസിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞു, വി കമാൻഡ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ് അല്ലെങ്കിൽ വി ഓർഡർ എന്നുള്ള ഒരു സാധനം.
അപ്പോൾ it should relate to a public duty, which is yes. അതൊരു പബ്ലിക് ഡ്യൂട്ടിനെ റിലേറ്റ് ആയിരിക്കണം ഈ റിറ്റ് ഓഫ് മാൻഡമസ് ഇഷ്യൂ ചെയ്യുന്നത്. പബ്ലിക് ഡ്യൂട്ടിക്ക് ആവണം നമ്മൾ ഒരു മാൻഡമസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഓർഡേർഡ് അഗെയിൻസ്റ്റ് എ പബ്ലിക് ഓഫീസർ, വിച്ച് ഇസ് അഗെയിൻ റൈറ്റ്. ഒരു പബ്ലിക് ഓഫീസറിനെതിരെ ആയിരിക്കണം ഈ റിറ്റ് ഓഫ് മാൻഡമസ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ദ ഡ്യൂട്ടി മസ്റ്റ് ഹാവ് ബീൻ റിക്വസ്റ്റഡ്. ഓൾറെഡി ഈ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ചെയ്യാതെ ആകുമ്പോഴാണ് നമ്മൾ ഈ മാൻഡമസ് എന്നുള്ള ഒരു റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടി മസ്റ്റ് ഹാവ് ബീൻ റിക്വസ്റ്റഡ്. ദ സെഡ് ഡ്യൂട്ടി മസ്റ്റ് ഹാവ് നോട്ട് ബീൻ പെർഫോംഡ്. ഈ പറഞ്ഞ ഡ്യൂട്ടി, റിക്വസ്റ്റ് ചെയ്ത ഡ്യൂട്ടി പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ മാൻഡമസ് റിറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ എസെൻഷ്യൽസ് എല്ലാം മാൻഡമസ് ഇഷ്യൂ ചെയ്യാനുള്ള എസെൻഷ്യൽസ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. അതൊരു പബ്ലിക് ഡ്യൂട്ടീനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം. അതേപോലെ ഒരു പബ്ലിക് ഓഫീസറിന് അഗെയിൻസ്റ്റ് ആയിരിക്കണം മാൻഡമസ് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടി ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തതായിരിക്കണം, ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്ത ഒരു ഡ്യൂട്ടി ആയിരിക്കണം. ഓക്കെ, അതേപോലെ റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നീട് പെർഫോം ചെയ്യാത്തതായിരിക്കണം. അപ്പോഴാണ് നമുക്ക് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് പ്രസന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് റൈറ്റ് ആണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് പ്രോപ്പർട്ടി ലീഗൽ റൈറ്റ് ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 300A അതിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 44th അമെൻമെന്റ് ആക്ട് വഴി റൈറ്റ് ടു ഫ്രീഡം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നത് 44th അമെൻമെന്റ് ആക്ടിൽ അത് റിമൂവ് ചെയ്തു. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് പിന്നീട് അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 300A റൈറ്റ് ടു പ്രോപ്പർട്ടി മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, റൈറ്റ് ടു വോട്ട് ആൻഡ് ടു ബി ഇലക്റ്റഡ് ഇൻ ഇന്ത്യ ഇസ്. റൈറ്റ് ടു വോട്ട് ആൻഡ് ടു ബി ഇലക്റ്റഡ് ഇൻ ഇന്ത്യ ഇസ് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. ഒരു നാച്ചുറൽ റൈറ്റ് അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. റൈറ്റ് ടു വോട്ട് ആൻഡ് ടു ബി ഇലക്റ്റഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following subjects come under the common jurisdiction of Supreme Court and High Court? Supreme Court High Court common jurisdiction വരുന്ന കേസ് സബ്ജക്റ്റ് എന്താണെന്നാണ് ചോദ്യം. മ്യൂച്വൽ ഡിസ്പ്യൂട്ട്സ് എമംഗ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ല ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും കോമൺ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, വിച്ച് ഇസ് ഓൾസോ റോങ്. സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അല്ല കോമൺ സബ്ജക്റ്റ് ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും. പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, വിച്ച് ഇസ് യെസ്. പ്രൊട്ടക്ഷൻ ഫ്രം വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, വിച്ച് ഇസ് നോ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് കോമൺലി സുപ്രീം കോടതിയും ഹൈക്കോടതിയും കീഴിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇത് അവെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ആണ്. സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 32 ആണ്. അതേപോലെ ഹൈക്കോർട്ടിന് ആർട്ടിക്കിൾ 226 ആണ് വരുന്നത്. ഇവർക്കാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ് ഉള്ളത് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. Next question. Consider the following statement. Right to property was deleted from the list of fundamental rights by the 42nd Amendment Act. It is made a legal right under Article 300A in Part 12 of the Constitution. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് 42nd Amendment ആക്ടിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്തത് എന്നാണ്, വിച്ച് ഇസ് റോങ്. 44th Amendment ആക്ടിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഇസ് മെയ്ഡ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A in Part 12 of the Constitution, which is right. ലീഗൽ റൈറ്റ് ആക്കിയതിന് ശേഷം ആർട്ടിക്കിൾ 300A പാർട്ട് 12 റൈറ്റ് ടു പ്രോപ്പർട്ടി മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ 1 റോങ് ആണ്, ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് ഓൺലി 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് Prevention of Atrocities Act 1989 may be seen as giving effect to which of the following fundamental rights? ഈ റൈറ്റ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അത് എഫക്റ്റീവ് ആവുന്നതെന്ന് ചോദ്യം. ഇക്വാലിറ്റി ബിഫോർ ലോ, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇവിടെ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സിൽ വരുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ. യെസ്, ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്.
ഇവിടെ എല്ലാവരും ഈക്വൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ടിൽ എല്ലാവരെയും പോലെ തന്നെ ഇവരെയും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവർക്കും ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ട്. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വിച്ച് ഇസ് റൈറ്റ്. അവിടെ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി വിച്ച് ഇസ് ഓൾസോ റൈറ്റ്. ഇവിടെ പണ്ട് അൺടച്ചബിലിറ്റി പ്രിവെയിൽ ചെയ്തിരുന്നു, അത് അബോളിഷ് ചെയ്യുന്നതിന് ഈ ഒരു പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വിച്ച് ഇസ് സ്ട്രോങ്. ഈ ഒരു ഇതിൽ റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒന്നും പറയുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ 1, ഓപ്ഷൻ 2 ആൻഡ് ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. ഈ 3 റൈറ്റ്സ് ആണ് റൈറ്റ് ടു ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ഓഫ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1, 2 ആൻഡ് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statement. The main objective of Article 13 is to secure the paramountcy of the Constitution in regard of the fundamental rights. According to Article 15, the state shall not deny to any person the equal protection of law within the territory of India. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ആർട്ടിക്കിൾ 13ന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 13 എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ആണ്. ആർട്ടിക്കിൾ 13 എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ് ഒരു ലോ പാസ് ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു ലോ പാസ് ചെയ്യുകയാണെങ്കിൽ ഇത് ജുഡീഷ്യറി എടുത്ത് എക്സാമിൻ ചെയ്യും, വാല്യൂവേറ്റ് ചെയ്യും ഇഫ് അത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇഫ് ആ ഒരു റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോ അല്ലെങ്കിൽ ആ ഒരു ആക്ട് വോയിഡ് ആക്കും. ഈ ഒരു പവർ ഉള്ളത് ജുഡീഷ്യറിക്കാണ്. ആ ഒരു ജുഡീഷ്യറിന്റെ പവറിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അത് ആർട്ടിക്കിൾ 13 മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ആർട്ടിക്കിൾ 13 ഫണ്ടമെന്റൽ റൈറ്റ്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ്, according to Article 15, the state shall not deny to any person the equal protection of law within the territory of India. ആർട്ടിക്കിൾ 15 പറയുന്നത് ഇത് ഇവിടെ ഈ ഓപ്ഷനിൽ പറയുന്നത് state shall not deny any person equal protection of law. ഇവിടെ ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് ആർട്ടിക്കിൾ 15 പറയുന്നതെന്ന് പറഞ്ഞത്, വിച്ച് ഇസ് റോങ്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15 ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് A only 1 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തു. ഇത് സെക്കൻഡ് സെഷനാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെയും ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്തൊക്കെയാണ്, അതേപോലെ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ താങ്ക് യു.